ഈ ഇന്നൂടെ ഉൾപ്പെടെ 22 ക്ലാസ്സുകൾ നമുക്ക് ദാനിയേൽ പ്രവചനത്തിൽ പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ നമ്മുടെ ഈ മീറ്റിങ്ങിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഇതോടൊപ്പം ഉള്ള ബന്ധത്തിൽ അനേക സഹോദരി സഹോദരന്മാർ വളരെ അധ്വാനിച്ചു എന്നുള്ളതും നമ്മൾ ഓർക്കുകയാണ്. പാട്ടുപാടാൻ, അതുപോലെ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുവാൻ, സൂമിലും ഇന്റർനെറ്റിലൊക്കെ വർക്ക് ചെയ്യുവാൻ, അങ്ങനെ വിവിധമായിരിക്കും ഇത് നെറ്റിൽ അപ്ലോഡ് ചെയ്യുവാൻ, ഇങ്ങനെ ഒരുപാട് പേര് ഇതിന്റെ പുറകിൽ അധ്വാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം ചിലരൊക്കെ നമ്മളോട് ചോദ്യം ചോദിക്കുകയും അതുപോലെ ആ കാര്യത്തിൽ കൂടുതൽ താല്പര്യം കാണിക്കുകയും ചെയ്തു. ചിലരൊക്കെ സമയാസമയങ്ങളിൽ ചിലപ്പോഴൊക്കെ ചില കമന്ററിയുടെ ഒക്കെ ഒരു കോപ്പി തരാനിടയായി. അതൊക്കെ വളരെ സന്തോഷത്തോടെ ഓർക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് സഭയും സഭയിലുള്ള എൽഡേഴ്സിനോടും ഉള്ള സ്നേഹവും ഈ സമയത്ത് ഞാൻ അറിയിക്കുക ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കൊണ്ട് 11-ാമത്തെ അധ്യായം തീർത്തു. ഇന്ന് 12-ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. റിലേറ്റീവ്ലി 12-ാം അധ്യായം വാസ്തവത്തിൽ അല്പം കൂടെ ലൈറ്റായിട്ടുള്ള അധ്യായമാണ്. മറ്റധ്യായങ്ങളുടെ അത്രയും പ്രോഫസി, കട്ടിയായിട്ടുള്ള പ്രോഫസി അല്ല 12-ാം അധ്യായം. പക്ഷേ 12-ാം അധ്യായം മറ്റെല്ലാ അധ്യായങ്ങളെക്കാട്ടിലും വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ് എന്ന് പറയാം. എല്ലാ അധ്യായങ്ങളും അങ്ങനെ തന്നെയാണ്. കാര്യം നമുക്ക് വേറെ എങ്ങും കിട്ടാത്തതായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, പഴയ നിയമത്തിൽ നമുക്ക് വേറെ എങ്ങും കാണുവാൻ സാധിക്കാത്ത പല കാര്യങ്ങളും നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കും. വളരെ 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 കൃത്യമായിട്ട് ഈ അധ്യായത്തിൽ പല കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് 12-ാം അധ്യായം നമ്മൾ ഇന്ന് വളരെ വേഗം പറഞ്ഞ് ഇന്ന് അവസാനിപ്പിക്കണം എന്ന് ആണ് ആഗ്രഹിക്കുന്നത്. 11-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അവസാനം നമ്മൾ കണ്ടത് അന്തിക്രിസ്തുവിനെ കുറിച്ചാണ് കണ്ടത്. 11-ാം അധ്യായത്തിന്റെ അവസാനത്തെ 36-ാമത്തെ വാക്യം മുതൽ അന്തിക്രിസ്തുവിനെയാണ്. അതില് 37-ാമത്തെ വാക്യത്തെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഒരാൾ എന്നോട് ചോദിക്കുകയുണ്ടായി. 37-ാമത്തെ വാക്യം, ആ വാക്യം വാസ്തവത്തിൽ വളരെ അല്പം പ്രധാനപ്പെട്ട വാക്യമാണ്. കാര്യം അന്തിക്രിസ്തുവിന്റെ ഒറിജിൻ താനൊരു യഹൂദനാണ് എന്ന് ആണ് വാസ്തവത്തിൽ ആദ്യ നൂറ്റാണ്ടിലുള്ളതായിരിക്കുന്ന പിതാക്കന്മാരെല്ലാം വിശ്വസിച്ചു. അന്തിക്രിസ്തു ഒരു യഹൂദനായിരിക്കും എന്ന് വിശ്വസിച്ചു. അതിന് പല കാരണങ്ങളുണ്ട്. നമുക്ക് ഇന്ന് സമയമില്ലാത്തത് കൊണ്ട് ആ കാരണങ്ങളെല്ലാം വിശദമാക്കി ചിന്തിക്കാനായിട്ട് നമുക്ക് ഇന്ന് സാധ്യതയില്ല. എങ്കിലും പല കാരണങ്ങളാൽ അന്തിക്രിസ്തു ഒരു യഹൂദനല്ല എന്ന് നമുക്ക് ഏതാണ്ട് തീർത്ത് തന്നെ പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അന്തിക്രിസ്തു ചിലർ വിചാരിക്കുന്നത് പോപ്പ് ആണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതും അല്ല എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. നമ്മൾ പഠിച്ചു, അന്തിക്രിസ്തു തീർച്ചയായിട്ടും ഒരു മത പുരോഹിതനോ ഒന്നുമല്ല. താൻ ഒരു റൂളർ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ പഠിക്കാൻ ഇടയായി. അല്ലെങ്കിൽ ഒരിക്കലും ഒരു സമാധാന ഉടമ്പടി അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്, എൻഫോഴ്സ് ചെയ്യാനായിട്ട് സാധ്യമാകുകയില്ല എന്നും നമ്മൾ കാണാനായിട്ട് ഇടയായി. ഞാൻ 37-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിക്കാം. ആ വാക്യം ഇങ്ങനെയാണ്: അവൻ എല്ലാറ്റും മേലായി തന്നെത്താൻ മഹത്വീകരിക്കാൻ തന്റെ പിതാക്കന്മാരുടെ ദേവന്മാരെയും സ്ത്രീകളുടെ ഇഷ്ടദേവനെയും യാതൊരു ദേവനെയും കൂട്ടാക്കുകയില്ല. ഈ വാക്യത്തെ ആധാരമാക്കിയാണ് അന്തിക്രിസ്തു ഒരു യഹൂദനാണ് എന്ന് പലരും വിശ്വസിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്ന ഒരെണ്ണം, ഒരു കാര്യം, തന്റെ പിതാക്കന്മാരുടെ ദേവന്മാർ എന്നുള്ളതാ. അത് ഇംഗ്ലീഷിലെ ദ ഗോഡ് ഓഫ് ഹിസ് ഫാദേഴ്സ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ഗോഡ് എന്ന വാക്ക് വാസ്തവത്തിൽ ഈ കിങ് ജെയിംസ് വേർഷനിൽ അല്ലാതെ എല്ലായിടത്തും ആ പദങ്ങൾ ഗോഡ്സ് ഓഫ് ഹിസ് ഫാദേഴ്സ്, GODS എന്ന് എഴുതിയേക്കുന്ന ഗോഡ് എന്നത് ചെറിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ വളരെ കൃത്യമാണ് ദേവന്മാർ എന്ന് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ഹീബ്രു ബൈബിളില് അത് എലോഹിം എന്ന വാക്ക് രേഖപ്പെടുത്തി. എലോഹിം എന്ന് വെച്ചാൽ ദൈവങ്ങൾ എന്നേ അർത്ഥമുള്ളൂ. എലോഹിം എന്ന വാക്ക് ഒരു സാധാരണ വാക്കാണ്. ആ വാക്കിന്റെ അർത്ഥം ദൈവം എന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ ക്രിസ്ത്യാനികളുടെ ദൈവം, ഹിന്ദുക്കളുടെ ദൈവം, മുസ്ലിങ്ങളുടെ ദൈവം, അങ്ങനെ നമ്മൾ എല്ലാവരും ദൈവം എന്ന് വിളിക്കുന്നത് പോലൊരു പദമാണ് എലോഹിം എന്ന പദം. അത് യഹൂദന്റെ ഒരു പദം അല്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന എലോഹിം എന്ന വാക്കാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതാ. അപ്പം ഇവിടെ തന്റെ പിതാക്കന്മാരുടെ ദേവന്മാർ എന്നുള്ളത് വാസ്തവത്തിൽ പഴയ നിയമത്തിൽ പല സ്ഥലങ്ങളിലും ആ അർത്ഥത്തിൽ പിതാക്കന്മാരുടെ ദൈവം അല്ലെങ്കിൽ ദൈവം പിതാക്കന്മാരുടേതാണ് എന്ന അർത്ഥത്തിൽ നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഇത്
അന്തിക്രിസ്തു ഒരു യഹൂദനാണ് എന്ന് പലരും ആദിമ നൂറ്റാണ്ടുകളിലൊക്കെ അങ്ങനെ തന്നെയാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഇന്ന് അനേകര് അത് വിശ്വസിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ഞാനും ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. എനിക്കും അന്തിക്രിസ്തു യഹൂദനാണ് എന്ന് വിശ്വസിക്കാനായിട്ട് വാസ്തവത്തിൽ പ്രയാസമാണ്. ഞാൻ വിചാരിക്കുന്നത് വിചാരിക്കുന്നതല്ല, നമ്മുടെ ദൈവവചനം പരിശോധിച്ച് നോക്കിയാൽ റോമൻ റൂളറാണ് അന്തിക്രിസ്തു എന്നുള്ളത് നമുക്ക് വളരെ എളുപ്പം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ 37-ാം വാക്യത്തിൽ സ്ത്രീകളുടെ ഇഷ്ടദേവൻ എന്ന് ഒരു റെഫറൻസ് ഉണ്ട്. സ്ത്രീകളുടെ ഇഷ്ടദേവൻ. സ്ത്രീകളുടെ ഇഷ്ടദേവൻ എന്ന് പറയുന്നത് എല്ലാ പയസ് ആയിട്ടുള്ളതായിരിക്കുന്ന യഹൂദ സ്ത്രീകളും അവരുടെ ആഗ്രഹം അവരിൽ കൂടെ വേണം ഒരു മശിഹ വരുവാൻ എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരുപക്ഷെ അതായിരിക്കാം എന്ന് വിചാരിക്കുന്നു. നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. പിന്നെ വേറൊരു ദേവനെയും, അപ്പം ദ ഗോഡ് ഓഫ് ഹിസ് ഫാദേഴ്സ്, ദ ഗോഡ് ഓഫ് ഹിസ് ഇൻഹെറിറ്റൻസ്, പിതാക്കന്മാരിൽ ലഭിച്ചതായിരിക്കുന്ന ദൈവങ്ങളെ താൻ കരുതുകയില്ല എന്ന 37-ാം വാക്യത്തിൽ കാണുന്നത്. ആ ഭാഗം ഞാൻ അങ്ങനെ പറഞ്ഞു വിടുകയാണ്. ദൈവം അനുവദിച്ച ഏതെങ്കിലും ഒരു കാലത്ത് നമുക്ക് അന്തിക്രിസ്തുവിനെ കുറിച്ച് എപ്പോഴെങ്കിലും പഠിക്കുമ്പോൾ, ആരെങ്കിലും പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വിശദമായി തൻ്റെ ആരംഭം താൻ എവിടെ നിന്നുള്ള വ്യക്തിയാണ് എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ അനേക സ്ഥാനങ്ങളെ അറ്റ്ലീസ്റ്റ് കുറച്ച് വാക്യങ്ങളെങ്കിലും ആധാരമാക്കി നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ മോനെ? ഓക്കെ, ഇനി നമ്മൾ 12-ാം അധ്യായത്തിലേക്ക് വരിക. 12-ാം അധ്യായത്തിന് ആദ്യത്തെ 3 വാക്യങ്ങൾ വാസ്തവത്തിൽ 11-ാം അധ്യായത്തിന്റെ ഭാഗമായിട്ട് വരേണ്ടതായിരുന്നു. 12-ാം അധ്യായത്തിന് ആദ്യത്തെ 3 വാക്യങ്ങൾ 11-ാം അധ്യായത്തിന്റെ ഭാഗമായിട്ട് വരേണ്ടതായിരുന്നു. അതുകൊണ്ട് വാസ്തവത്തിൽ നമുക്ക് കഴിഞ്ഞ ആഴ്ച സമയം കിട്ടിയിരുന്നെങ്കിൽ അതും കൂടെ നമുക്ക് പഠിക്കാൻ കഴിയുമായിരുന്നു. 12-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം, ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. അതാണ് 1-ാമത്തെ വാക്യം. ആ കാലത്ത് എന്ന് പറയുന്നത് നമ്മൾ 11-ാം അധ്യായത്തിൽ അതിന്റെ ബാക്കിയായിട്ടാണ് ഈ ഭാഗം വരേണ്ടത്. അപ്പോൾ ആ കാലത്ത് എന്ന് പറയുന്നത് വാസ്തവത്തിൽ 11-ാം അധ്യായം എന്ന് പറയുന്നത് പീഡനകാലത്തുള്ള ബന്ധത്തിൽ ആണല്ലോ. 11-ാം അധ്യായത്തിന് 36-ാം വാക്യം മുതൽ അന്തിക്രിസ്തുവും പീഡനകാലം, നമ്മൾ 40-ാം വാക്യം മുതൽ 43-ാം വാക്യം വരെ അവസാന നാളിൽ നടക്കേണ്ടതായിരിക്കും യുദ്ധം. പിന്നെ 44-ഉം 45-ഉം ഇംഗ്ലീഷിൽ ആ വാക്യങ്ങളിൽ അവിടെ അന്തിക്രിസ്തുവിന്റെ അവസാനം അതാ കാണുന്നത്. ആ കാലത്ത് എന്ന് വെച്ചാൽ ഈ സമയത്ത് ട്രിബുലേഷന്റെ അവസാന നാളുകളിൽ നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. അവിടെ മീഖായേലിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു, താൻ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന എന്നാണ് നമ്മൾ വായിക്കുന്നത്. മീഖായേലിനെ കുറിച്ച് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ആഴ്ച, മുമ്പത്തെ ആഴ്ച നമ്മൾ ഓർത്തതാണ്. മീഖായേൽ എന്ന് പറയുന്നത് അവരുടെ സർവ്വസൈന്യാധിപനാണ്. അവൻ പ്രധാനമായിട്ടും താൻ ദൈവത്തിന്റെ സൈന്യത്തെ നയിക്കുന്നവനാണ് മീഖായേൽ. പക്ഷെ അതുകൊണ്ട് മാത്രം നിൽക്കുന്നില്ല, അവൻ മറ്റ് യുദ്ധങ്ങളും താൻ അതിൽ ഉൾക്കൊള്ളുന്നു, അതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ 10-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ അവിടെ 10-13 പാർസ് രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു, എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. അപ്പോൾ മീഖായേൽ എന്ന് പറയുന്ന സർവ്വസൈന്യാധിപനാണ് എന്ന് വന്നാലും താൻ യഹൂദന്റെ പ്രഭുവാണ്. നിങ്ങളുടെ പ്രഭു എന്ന് വെച്ചാൽ യഹൂദന്റെ പ്രഭുവാണ് മീഖായേൽ. അതോടൊപ്പം തന്നെ മീഖായേൽ മറ്റ് ദൈവത്തിന്റെ യുദ്ധങ്ങളും താൻ നയിക്കും എന്നുള്ളതാണ്. തന്റെ സ്വജാതിക്കാർക്ക് എന്ന് വെച്ചാൽ യഹൂദന് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും നിന്റെ രക്ഷ പ്രാപിക്കും. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും എന്ന് വെച്ചാൽ അൺപ്രീസിഡന്റഡ് ടൈം ഓഫ് ട്രബിൾ. നമുക്കറിയാം, നമ്മൾ 11-ാം അധ്യായത്തിന്റെ 40 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ 3-ാം ലോകമഹായുദ്ധത്തെ കുറിച്ച് അത് അവസാനിക്കുന്ന നമുക്കറിയാം. അത് 16-ാം അധ്യായത്തിന്റെ വെളിപ്പാട് ദിവസം 16-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ അവിടെ നമ്മൾ കാണുന്നത് എന്താ? അവിടെ കാണുന്ന 16-ാം വാക്യത്തിൽ ഹർമഗദോൻ യുദ്ധത്തെ കുറിച്ചാണ്. അപ്പം ഹർമഗദോൻ യുദ്ധത്തിലേക്ക് നയിക്കുന്നതായിരിക്കുന്ന
ആ യുദ്ധത്തെയാണ് നമ്മൾ ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിൽ 40 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണാനായിട്ട് ഇടയായത്. ആ യുദ്ധം എന്ന് പറയുന്നത് ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്തതായിരിക്കുന്ന അത്ര ഭയാനകമായിരിക്കുന്ന യുദ്ധമാണ്. ഏതാണ്ട് 3-3.5 വർഷത്തോളം നിലനിൽക്കുന്നതായിരിക്കുന്ന അവസാനത്തെ യുദ്ധം എന്ന് പറയുന്നത് ഏറ്റവും ഭയാനകമായ യുദ്ധമാണ്. ആ യുദ്ധം ആരംഭിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ 40-ാം വാക്യത്തിൽ അത് ആരംഭിക്കുന്നത് നമ്മൾ പഠിച്ചതാണ്. അത് തെക്കേ ദേശത്തിലെ രാജാവ് അഥവാ ഈജിപ്തിനോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരും ആണ് അത് ആരംഭിക്കുന്നത്. അവരോട് ചേർന്ന് വടക്കേ ദേശം സിറിയോട് ചേർന്നതായിരിക്കുന്ന രാജ്യങ്ങൾ ഇറാഖ്, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളുമൊക്കെ ആ യുദ്ധത്തിൽ പങ്കെടുക്കും എന്ന് നമുക്ക് ഓർക്കാനായിട്ടിടയായി. അപ്പോൾ ഒരു ജാതി ഉണ്ടായത് എന്ന് വെച്ചാൽ മനുഷ്യന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു യുദ്ധം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അന്ന് നിന്റെ ജനം എന്ന് വെച്ചാൽ യഹൂദൻ പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവൻ തന്നെ രക്ഷ പ്രാപിക്കും. അവിടെ അറ്റ് ദാറ്റ് ടൈം ദൈ പീപ്പിൾ ഷാൽ ബി ഡെലിവേർഡ് എവരി വൺ ദാറ്റ് ഷാൽ ബി ഫൗണ്ട് റിട്ടൺ ഇൻ ദ ബുക്ക് റെഫേഴ്സ് ടു ദ പീപ്പിൾ ആസ് എ നേഷൻ. യഹൂദന്മാർ അവര് പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. ഞാൻ അവിടെ this is reinforced by the word at that time. This should happen with the help of Michael. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും രക്ഷ പ്രാപിക്കും. പുതിയ നിയമത്തിൽ നമുക്കറിയാം, പുതിയ നിയമത്തിൽ റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലേ, വിളിക്കപ്പെട്ടവരും നമ്മൾ റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 8-ാം അധ്യായത്തിന്റെ നമ്മൾ പുതിയ നിയമത്തിൽ 8-ാം അധ്യായത്തിൽ അതിന്റെ 29-ാം വാക്യം അല്ലെങ്കിൽ 28-ാം വാക്യം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് 29-ാമത്തെ വാക്യം മുൻനിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ച് തേജസ്കരിച്ചും ഇരിക്കുന്നു എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഞാൻ പറയാൻ വരുന്നത് പുതിയ നിയമത്തിലെ ഏറ്റവും എഴുതപ്പെട്ടതായിരിക്കും ഒരു നിയമമാണ്, തിരുത്തുവാൻ സാധിക്കാത്ത ഒരു നിയമമാണ്. നമ്മളെ വിളിച്ചത് ലോകസ്ഥാപനത്തിന് മുമ്പ്. നമ്മള് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ പേര് എഴുതി ചേർത്തതല്ല. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ്, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മുടെ പേര് ഉണ്ടായിരുന്നു എന്നുള്ളതാ. അപ്പൊ നമുക്ക് സാധാരണ ഇതിൽ ചോദ്യം ചോദിക്കും, അങ്ങനെയാണെങ്കിൽ പേരില്ലാത്തവർക്ക് ദൈവത്തിലേക്ക് വരാനായിട്ട് കഴിയുമോ എന്ന് ചോദിക്കും. ദൈവവചനം വളരെ കൃത്യമായിട്ട് പറയുന്നു, ദൈവത്തിന്റെ ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാ. ആർക്കും അത് നോന്ന് പറയാനൊക്കത്തില്ല. ഞാൻ എൻ്റെ പേര് എൻ്റെ അകത്തില്ല, അതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടില്ല എന്ന് ഒരു മനുഷ്യൻ ദൈവസന്നിധി പറയാൻ കഴിയത്തില്ല. കാര്യം ഇൻവിറ്റേഷൻ ഇസ് ഫോർ എവരി വൺ. അത് ദൈവവചനം കൃത്യമായിട്ട് പറയുന്ന. പക്ഷേ നമ്മള് രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോ നമ്മള് വാസ്തവത്തിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, നമ്മുടെ പേര് പണ്ടേ ഉണ്ടായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് സാധാരണ ദേവദാസന്മാർ ഒരു കഥ പറയും കേട്ടോ. എന്താ കഥ എന്ന് ചോദിച്ചാല്, ഒരു വലിയ വിരുന്ന് ഒരു വലിയ ധനവാൻ നടത്തുക. അപ്പം ഈ വിരുന്ന് ശാലയുടെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഓൾ ആർ വെൽക്കം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ കുറെ പേര് കയറി, കുറെ പേര് കയറിയില്ല. അങ്ങനെ കുറെ പേര് കയറിയവർ നോക്കിയപ്പോൾ അവരുടെ പേര് ലിസ്റ്റിലുണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്ന ലിസ്റ്റിലുണ്ടായിരുന്നു, കയറാത്തവരുടെ പേരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ കയറുന്നവരുടെ പേര് ലിസ്റ്റിൽ ഓൾറെഡി ഉണ്ട്. അത് പുതിയ നിയമത്തിൽ നമ്മൾ പഠിക്കുന്നതാ. പഴയ നിയമത്തിലും വാസ്തവത്തിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. എന്താ കാണുന്നത്? 1-ാം വാക്യത്തിൽ പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും എന്ന് വെച്ചാൽ പുസ്തകത്തിൽ ഓൾറെഡി അവരുടെ പേരുണ്ടെന്ന് സാരം. അപ്പൊ പഴയ നിയമ പിതാക്കന്മാരുടെയും പേര് വാസ്തവത്തിൽ ദൈവം എപ്പോഴെഴുതിയിട്ടുണ്ട്? കഴിഞ്ഞ നിത്യതയിൽ തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവരെ ദൈവം പിന്നീട് നീ നല്ലവനായിട്ടൊക്കെ ജീവിച്ചല്ലോ, അല്ലെങ്കിൽ നീ ഇതൊക്കെ ചെയ്തല്ലോ, അതുകൊണ്ട് ദൈവം തമ്മിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് എന്നാ പിന്നെ നിന്റെ പേരും കൂടെ എഴുതി ചേർത്തേക്കാൻ. നോ. അവരുടെ പേരും പഴയ നിയമത്തിലാണെങ്കിലും ഇതേ നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്ന അതേ രീതി തന്നെ, അതേ തിയോളജി തന്നെ നമുക്ക് കാണാൻ കഴിയും. അവരെയും ദൈവം വിളിക്കുന്നത്, ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുന്നത് എപ്പോഴാ? കഴിഞ്ഞ നിത്യതയിൽ അവരുടെ പേരും എഴുതിയിട്ടുണ്ട്. അതാ ഇവിടെ നമ്മൾ വായിക്കുക. എന്താ കാണുന്നേ? അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും രക്ഷ പ്രാപിക്കും. പുസ്തകത്തിൽ എഴുതി കാണുന്ന, പുസ്തകത്തിൽ എന്ന് വെച്ചാൽ ജീവന്റെ പുസ്തകം എന്ന് പറയാം. അപ്പൊ പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും എന്നുള്ളതാണ് നമുക്ക്
മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നതായിരിക്കും മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും എന്നുള്ളതായിരിക്കുന്ന റോമാലേഖന 8-ാം അധ്യായത്തിലെ ആ വാക്യം. അത് വാസ്തവത്തിൽ പുതിയ നിയമ വിശ്വാസികളെ സംബന്ധിച്ചാണ് നമ്മൾ വായിക്കുന്നതെങ്കിലും പഴയ നിയമ വിശ്വാസികളും അവരുടെയും പേര് വാസ്തവത്തിൽ ദൈവം തന്റെ ഗ്രന്ഥത്തിൽ, തന്റെ പുസ്തകത്തിൽ അത് അവരുടെയും പേര് എഴുതിയിരുന്നു. അവർ വന്നതിന് ശേഷമല്ല, ദൈവം അതിനു മുമ്പ് തന്നെയാണ്. ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. ദൈവം തന്റെ ഫോർനോളജിൽ എഴുതിയതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ദൈവം തന്റെ മുൻനിർണയ പ്രകാരം നമ്മളൊക്കെ എന്നാ ഇന്നെ ഗോട്ട്ലി രക്ഷിക്കപ്പെടും എന്നറിയാം, അപ്പൊ എന്റെ ഗോട്ട്ലിയുടെ പേര് ഇരിക്കട്ടെ. നോ. ഗോട്ട്ലിയുടെ പേര് ദൈവം എഴുതി എന്നുള്ളതാണ്. എന്റെ യാതൊരു എഫേർട്ടും എന്റെ രക്ഷയ്ക്ക് മുഖാന്തരമായിട്ടില്ല എന്നുള്ളതാണ്. ദൈവം എഴുതി, കൃപയാല് അത് സ്വീകരിപ്പാനായിട്ട് എനിക്ക് നിങ്ങൾക്കും ഇടയായി എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ വാക്യം ഞാൻ വായിക്കാം. രണ്ടാമത്തെ വാക്യം, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായി ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും. വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു വാക്യമാണ്. ഈ വാക്യത്തെ അധികരിച്ച് ചിലരെങ്കിലും, എല്ലാ വാക്യങ്ങളിലും വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായം ഉള്ളവരുണ്ടല്ലോ അല്ലെ. വളരെ നമ്മൾ വിലമതിക്കുന്നതായിരിക്കുന്ന പല ദേവദാസന്മാരും ഈ വാക്യത്തെ അധികരിച്ചിട്ട് ഇത് യഹൂദന്റെ ഒരു റിവൈവൽ ആണ് എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ഈ വാക്യം കൃത്യമായിട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇത് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പ്രയാസമില്ല. സോ രണ്ടാമത്തെ വാക്യം, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ പലരും ചിലർ നിത്യജീവന ചിലർ ലജ്ജയ്ക്ക് നിത്യനിന്ദയ്ക്കുമായി ഉണരും. അവിടെ നിദ്ര എന്നാണ് മരണത്തെക്കുറിച്ച് പറഞ്ഞത്. ഇപ്പൊ പുതിയ നിയമത്തിൽ നമുക്കറിയാം മരണത്തെ നമ്മൾ വിളിക്കുന്നത് നിദ്ര എന്നാണ്. നിദ്ര എന്ന വാക്കിന്റെ അർത്ഥം എന്താ? നിദ്ര എന്തുവാ? ഉറക്കം എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? നമ്മള് രാത്രിയിൽ കിടന്നുറങ്ങിയപ്പോ എനിക്ക് 2 കൈയും 2 കാലും ഒക്കെ ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈയും കാലും ഇല്ലെങ്കിൽ നിദ്ര എന്ന് പറയാൻ ഒക്കുവോ? ഒക്കത്തില്ല. പറയാൻ ഒക്കുവോ? ഒക്കത്തില്ല. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പുതിയ ഊർജത്തോടെ, പുതിയ എനർജിയോടെ നമ്മൾ എഴുന്നേൽക്കുന്നത്. അപ്പൊ നിദ്ര എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മരണത്തെ നിദ്ര എന്ന് പറയുന്നത് വെച്ചാൽ, നമ്മൾ ഉണർന്നെഴുന്നേറ്റ് കഴിയുമ്പോൾ എന്ന് വെച്ചാൽ നമുക്കൊരു പുനരുത്ഥാനം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇൻഡിവിഡ്വാലിറ്റി വിൽ ബി ദെയർ. നാം തന്നെയായിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നിദ്ര എന്തിനാ ഉണ്ടാവുന്നത്? നിദ്ര നമുക്ക് ദേഹം, ദേഹി, ആത്മാവ് ഉണ്ട്. അതിൽ ഏത് ഭാഗത്തിനാണ് നിദ്ര ഉണ്ടാവുന്നത്? ദേഹം, ദേഹി, ആത്മാവ്. ഇതിലേതാ നിദ്ര പ്രാപിക്കുന്നത്? അറിയാമോ? എന്തോ ഇത്? ദേഹം ഇവിടെ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ലയോ? ഇല്ലല്ലേ? ബോഡി ഈസ് അസ്ലീപ്പ് ആൻഡ് നോട്ട് ദ സോൾ. നമ്മള് മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആത്മാവ് കർത്താവിന്റെ സന്നിധിയിലേക്ക് പോകും. അവിടെ ഉറക്കമില്ല കേട്ടോ. കർത്താവിനോടുകൂടെ എലയുവായിട്ട് നമ്മളായിരിക്കുക. മരിക്കുന്ന നിമിഷം വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ അവിടെ ഉറക്കമില്ല. നമ്മുടെ ആത്മാവിന് ഉറക്കമില്ല. അത് ദൈവസന്നിധിയിലേക്ക് പോകും. തന്നെ നമുക്ക് നൽകിയതായിരിക്കുന്നവന്റെ അടുക്കിലേക്ക് തിരിച്ചു പോകും. പക്ഷെ നമ്മുടെ ശരീരം അത് ഉറങ്ങും. എന്തിനാ ശരീരം ഉറങ്ങുന്നു എന്ന് പറയുന്നത്? എന്തുകൊണ്ടാ? ശരീരം ഡീക്കേ ചെയ്തു പോകും അല്ലേ? എന്താ ഉറങ്ങുന്നു എന്ന് പറയാൻ കാര്യം? നമുക്കൊരു ഉണർവുണ്ട്. ഉണരുമ്പോ നാം ആയിരിക്കുന്നത് പോലെ. ഇപ്പൊ എന്നെ കണ്ടാല് ജോമോന്റെ കൂട്ടിരിക്കത്തില്ല. ഞങ്ങൾ തമ്മിലുള്ളതായിരിക്കുന്ന വ്യത്യാസം എന്തു പറ്റി? ഓ സോറി. ശരി, ഒരു മിനിറ്റ്. ഇപ്പൊ ശരിയായോ? സോറി കേട്ടോ. ഓക്കെ. അപ്പം എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരം നിദ്ര പ്രാപിക്കുന്നു എന്ന് പറയുന്നതിന്റെ കാരണം, നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നമ്മള് നാമമായിട്ടാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. എന്നെ കണ്ടാൽ എന്നെ ആയിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും. എന്നെ ആയിട്ട് തന്നെ കാണാൻ സാധിക്കും. നമ്മൾ വാസ്തവത്തിൽ ധനവാന്റെയും ലാസറിന്റെയും കഥയിൽ നമുക്കത് കാണാൻ സാധിക്കും അല്ലേ?
ധനവാന് ലാസറിനെ കാണാം. ലാസർ ആണെന്ന് ഈ ആയിരക്കണക്കിന് പേർ, ലക്ഷക്കണക്കിന് പേരുടെ മധ്യത്തിൽ നിന്ന് കണ്ടുപിടിച്ചു, ലാസറിനെ കണ്ടുപിടിച്ചു. അവിടെ നിന്ന് നോക്കിയപ്പോൾ ധനവാനെയും കാണാം. ഇത് ലക്ഷക്കണക്കിന് പേർ അവിടെ ഇരിപ്പുണ്ടെങ്കിലും അവർക്കും കാണാം. എന്ന് വെച്ചാൽ കുറച്ചുകൂടെ കഴിവുള്ളതായ രീതിയിൽ ആണെങ്കിലും അവര് ഉണരും എന്നുള്ളതാണ്. അപ്പൊ നിദ്ര എന്ന വാക്കിന്റെ അർത്ഥം നിദ്ര എന്നത് നമ്മുടെ ശരീരത്തിലാണ് സംഭവിക്കുന്നത് എന്ന് മാത്രമല്ല, നിദ്ര എന്ന് പറയുന്നത് നമ്മളെ ഉണർത്തുമ്പോൾ നാമായിട്ട് തന്നെ ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ മരണത്തെ നിദ്രയായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ബോഡി ഈസ് അസ്ലീപ് ആൻഡ് നോട്ട് ദ സോൾ വിൽ ബി വിത്ത് ക്രൈസ്റ്റ്. ഇനി അടുത്ത ചോദ്യം ഉണ്ട് കേട്ടോ, നമുക്ക് സമയക്കുറവുണ്ട്. എങ്കിലും അടുത്ത ചോദ്യം, നമ്മൾ സ്വർഗത്തിൽ ദൈവത്തോട് കർത്താവിനോട് ആയിരിക്കും. ഈ രക്ഷിക്കപ്പെടാത്തവരോട് പോകും. എവിടെയാ പോവുക? പറഞ്ഞോ, ബൈബിൾ ക്ലാസ് അല്ലയോ? തെറ്റ് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. എന്തോ നരകത്തിലോ? ഏയ് അല്ലല്ല, നരകമായില്ല, നരകം വരെ എത്തിയിട്ടില്ല. എന്താ പാതാളം? എന്തോ അതിന് യാതനാസ്ഥലം എന്ന് പറയാ. ഹേഡീസ്, യാതനാസ്ഥലം. നരകമല്ല. നരകത്തിലേക്ക് പോകുന്നത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ അവിടെ വെള്ളസിംഹാസനത്തിലെ ന്യായവിധിക്ക് ശേഷമാണ് നരകത്തിൽ പോകുന്നത്. പക്ഷേ രക്ഷിക്കപ്പെടാത്തവർ മരിച്ചു കഴിഞ്ഞാൽ അവര് യാതനാസ്ഥലത്തേക്ക് പോകും. രക്ഷിക്കപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആത്മാവ് കർത്താവിനോട്. രണ്ട് സ്ഥലത്തായാലും ഉറക്കം ആത്മാവിനില്ല എന്നുള്ളതാണ്. യാതനാസ്ഥലത്ത് എന്നാൽ അവർക്ക് യാതനയുണ്ട്. നരകമല്ല, നരകത്തിനുമായിട്ട് കമ്പയർ ചെയ്യാൻ ഒക്കത്തില്ല. പക്ഷേ ഒരു പാർഷ്യൽ യാതനയായിട്ട് ആണ് നമ്മൾ ധനവാന്റെയും ലാസറിന്റെയും ആ സംഭവ ചരിത്രത്തിൽ സംഭവമാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. സംഭവത്തിൽ അതുകൊണ്ടാണ് കർത്താവ് അവിടെ ലാസറും എന്ന് പേര് തന്നെ എടുത്തു പറഞ്ഞത്. അതുകൊണ്ട് അത് അങ്ങനെ തന്നെയാണ് എന്ന് നമ്മൾ വിചാരിക്കുകയാണ് ചെയ്യുന്നത്. എന്തോ ഇല്ല, ദേഹമില്ല. അത് ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോഴേ ഉള്ളൂ. അവർക്കാണേലും അത്രയേ ഉള്ളൂ. ഉറക്കം നമ്മുടെ ശരീരത്തിലാണ്, അത് ഈ ഭൂമിയിൽ വെച്ചാ. ഇല്ല, അതെ, നമ്മുടെ ദേഹം നശിച്ചു പോകുമല്ലോ. ഈ ദേഹം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദേഹം ഈ ഭൂമിയോട് യോജിച്ചു പോകുമല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് നിദ്ര എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, നാം ഉയർത്തെഴുന്നേൽക്കുമ്പോ നാമായി തന്നെ നമ്മളെ എങ്ങനെ പറയാ, നമ്മളെ ഗ്ലോറിഫൈഡ് ബോഡിയിലാണ് വരുന്നതെങ്കിലും ഇപ്പം എന്നെയും ജീമോനെയും കണ്ടാൽ യു വിൽ കീപ് യുവർ ഐഡന്റിറ്റി, ഐ വിൽ കീപ് മൈ ഐഡന്റിറ്റി. അല്ല, നമ്മൾ ഉയർത്തെഴുന്നേറ്റ് ദേഹസഹിതനായെന്നാ യോബ് പറയുന്നുള്ളൂ. ഞാൻ ദേഹസഹിതനായെന്നാണ് യോബ് പറയുന്നത്. ദേഹരഹിതനായിട്ടാണോ? നോക്കിയോ. അല്ല, സഹിതനായെന്നാണ്. എന്തോ അല്ല, എന്താ അറിയാമോ, ആദ്യം അങ്ങനെയാണ് രേഖപ്പെടുത്തി. പക്ഷെ ഇന്നത്തെ ബൈബിളിലെല്ലാം, ഇപ്പൊ എന്റെ ഇരിക്കുന്ന ബൈബിൾ ദേഹസഹിതനായെന്ന് തന്നെയാണ്. എന്തോ ഐ വിൽ സീ ഹിം വിത്ത് മൈ മോനെ, ഇംഗ്ലീഷ് എങ്ങനെയാണ് എഴുതിയേക്കുന്നത്? യോബ് 19:26. എന്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. യോബ് 19:26. ഇംഗ്ലീഷ് എങ്ങനെയാന്ന് നോക്കിയാട്ടെ. ഇൻ മൈ ഫ്ലഷ് എന്ന് തന്നെയാണ്. ആ ഫ്ലഷ് എന്ന് വെച്ചാൽ മാംസരക്തങ്ങളല്ല എന്നുള്ളത് 100%. മാംസരക്തങ്ങളല്ല, നമ്മുടെ ഈ മാംസോ ഈ രക്തോ അല്ലെങ്കിലും യു വിൽ ഹാവ് എ ഗ്ലോറിഫൈഡ് ബോഡി. ആ ബോഡിയുടെ പ്രത്യേകത അതൊരു വലിയ വിഷയമാണല്ലോ. അപ്പൊ നമ്മൾ ആ വിഷയത്തിലേക്ക് പോയാൽ സമയം പോകും. നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷമുള്ളതായിരിക്കുന്ന താൻ ചെയ്ത കാര്യങ്ങളൊക്കെ നോക്കിയാൽ, എന്റെ കൈ നോക്ക, കാൽ നോക്കുന്നൊക്കെ കർത്താവ് പറയുന്നുണ്ടല്ലോ അല്ലേ. അപ്പൊ ഉയർത്തെഴുന്നേറ്റ വ്യക്തികൾക്ക് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണ ലഭിക്കാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മൾ നോക്കിയാൽ മതി. പക്ഷെ മാംസരക്തങ്ങൾക്ക് സ്വർഗ്ഗരാജ്യത്തെ അവകാശമാക്കാൻ കഴിയില്ല. നമ്മുടെ ഈ മാംസവും ഈ രക്തവും സ്വർഗ്ഗരാജ്യത്തിലേക്ക് ചെല്ലാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ യു വിൽ ഹാവ് യുവർ ഐഡന്റിറ്റി. നമ്മളെ കാണുന്നവർക്ക് ആർക്കും ഒരു സംശയം ഉണ്ടാകത്തില്ല. നമ്മളവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എന്നെയും മനസ്സിലാകും, എനിക്ക് നിങ്ങളെയും മനസ്സിലാകും എന്നുള്ളതാണ്. ബോഡി ഈസ് അസ്ലീപ്പ് എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, യു വിൽ ഹാവ് എ റിസറക്ഷൻ ആൻഡ് അറ്റ് ദ ടൈം ഓഫ് റിസറക്ഷൻ യു വിൽ കീപ് യുവർ ഐഡന്റിറ്റി, യു വിൽ കീപ് യുവർ പേഴ്സണാലിറ്റി. നമ്മൾ ഉറങ്ങുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരം ഈ ഭൂമിയോട് ചേർന്ന് പോയാലും യു വിൽ കീപ് യുവർ ഐഡന്റിറ്റി എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ
രണ്ടാമത്തെ വാക്യം, ദാനിയേൽ പ്രവചനം 12 അധ്യായം 2-ാമത്തെ വാക്യം. അവിടെ നിദ്ര കൊള്ളുന്നവർ ചിലർ നിത്യജീവനായി, ചിലർ ലജ്ജയ്ക്ക് നിത്യനിന്ദയ്ക്കുമായി ഉണരും. അവിടെ ഈ വാക്യം പ്രധാനമായിട്ടും പറയുന്നത് ട്രിബുലേഷൻ സെയിൻസിനെ കുറിച്ച്. ട്രിബുലേഷൻ സെയിൻസ് എന്ന് വെച്ചാൽ പീഡനകാലത്തിൽ മരിച്ചുപോയത് വിശുദ്ധന്മാരെ കുറിച്ചാണ് പറയുന്നത്. എങ്കിലും നമുക്ക് കുറച്ചുകൂടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് പഴയ നിയമ വിശുദ്ധന്മാരെയും കുറിച്ചാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇറ്റ് ഓൾസോ ഗിവ്സ് us an indication of the resurrection time of the Old Testament saints. ഞാൻ 1-2 കാര്യങ്ങളുടെ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ verse 2 is primarily about the resurrection of tribulation saints, but it also gives us an indication of the resurrection time of the Old Testament saints. Verse 2. അപ്പം നമ്മൾ വാസ്തവത്തിൽ നോക്കിയാൽ ഡയറക്റ്റ് ആയിട്ട് പഴയ നിയമ വിശുദ്ധന്മാർ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആ കാലത്ത് എന്ന് വെച്ചാൽ 11-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നതായിരിക്കുന്ന ട്രിബുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്താണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് ഉള്ള ഏക വാക്യം ഇത് മാത്രമേ ഉള്ളൂ. ഇനി ഈ ഓൾഡ് ടെസ്റ്റ്മെന്റ് സെയിൻസ് വേണോ? ഓൾഡ് ടെസ്റ്റ്മെന്റ് സെയിൻസ് എപ്പോഴാണ് എഴുന്നേൽക്കുന്നത് എന്നുള്ളതിന് 1-2 കാര്യം കൂടെ ഞാൻ പറയാം. ഒന്ന്, നമുക്കറിയാം ആഫ്റ്റർ ദി ഇവന്റ്സ് ഓഫ് ചാപ്റ്റർ 11, അതാണല്ലോ 12-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ആ കാലത്ത് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലേ? ആ കാലത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇനി 13-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. 12-ാം അധ്യായത്തിന് 13-ാമത്തെ വാക്യം അവിടെ ദാനിയേലിനോട് പറയുമ്പോൾ എന്താ പറയാ? നീയോ ദാനിയേലേ അവസാനം വരുവോളം പോയിക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, അവസാനം വരുവോളം പോയിക്കൊള്ളുക, കാലാവസാനത്തിങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. അപ്പൊ അവരും കാലാവസാനത്തിലാണ് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഇവിടെ അവസാനം എന്ന് പറയുന്നത് ട്രിബുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയം, അല്ലേ? ഇവിടുത്തെ വിഷയം തന്നെ ട്രിബുലേഷൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ, ട്രിബുലേഷൻ പീരീഡിന് ശേഷമുള്ളതാണ്. അപ്പൊ 13-ാം വാക്യം, 12-ാം അധ്യായം 13-ാം വാക്യം ഇത് റീഇൻഫോഴ്സ് ചെയ്യുന്ന എന്താ? നമ്മളുടെ 2-ാം വാക്യത്തിൽ കണ്ടതായിരിക്കുന്ന കാര്യത്തെ ഒന്നുകൂടെ അരക്കിട്ട് ഉറപ്പിക്കുന്നതാണ് 13-ാം വാക്യം. ദാനിയേലിനോട് പറയാണ്, നീ കാലാവസാനത്തിങ്കൽ എഴുന്നേറ്റ് വരും, നീ അവിടെ നമ്മൾ വായിച്ചെന്താ? നീ അവസാനം വരുവോളം പോയിക്കൊള്ളുക. അത് നമ്മൾ അവിടെ മാത്രമല്ല കേട്ടോ, അതിന്റെ മുകളിലും ഇല്ല, അവിടെ കാലാവസാനം എന്നില്ല, കാലാവസാനത്തിലേക്ക് കാലാവസാനത്തിൽ നീ എഴുന്നേറ്റ് വരും എന്ന് അവിടെ പറയാം. ഇനി വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ നമ്മൾ നോക്കി 20-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിൽ, 20-ാം അധ്യായം വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിൽ അവിടെ ട്രിബുലേഷൻ സയൻസിനെ കുറിച്ച് ആ വാക്യം 20-ാം അധ്യായം 4-5 വാക്യങ്ങൾ അവിടെ 24-ാം അധ്യായത്തിന്റെ പകുതി 4-ാം വാക്യത്തിന് 20-ാം അധ്യായം 4-ാം വാക്യത്തിന്റെ അവസാനം, മൃഗത്തെ അതിന്റെ പ്രതിമയെ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ ജീവിച്ചു 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു. മരിച്ചവർക്ക് ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. അപ്പൊ 2 ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് 20-ാം അധ്യായത്തിൽ നമുക്ക് കാണും. ഒന്ന് 1000 ആണ്ടിന് മുമ്പും പിന്നീട് 1000 ആണ്ടിന് ശേഷവും. അപ്പൊ ട്രിബുലേഷൻ സെയിൻസ് 1000 ആണ്ടിന് മുമ്പുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് എന്നുള്ളത് നമുക്ക് 6-ാം വാക്യത്തിൽ 20-ാം അധ്യായം 6-ാം വാക്യത്തിന്റെ അവസാനം അവിടെ ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും എന്ന് പറയുന്നുണ്ട്. 7-ാം വാക്യം മുതൽ 1000 ആണ്ടിന്റെ ആരംഭമാണ് നമ്മൾ 7-ാം വാക്യത്തിൽ, അല്ല 1000 ആണ്ട് കഴിയുന്ന കാര്യമാണ് 7-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അപ്പൊ നമുക്കറിയാം ഈ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ നമ്മൾ 4, 5, 6 വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ 2 ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഒന്ന് പഴയ നിയമ വിശുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം, ഒന്ന് അവര് പഴയ നിയമ വിശുദ്ധന്മാരല്ല, പഴയ നിയമത്തിലുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഒന്ന് അവര് 1000 ആണ്ടിന് മുമ്പും, ഒന്ന് 1000 ആണ്ടിന് ശേഷവും എന്നുള്ളതാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. So all the above 3 points give us an indication that the resurrection of Old Testament saints will be after tribulation but before millennium. നമുക്ക് ഒട്ടും സംശയമില്ലാതെ തന്നെ പറയാൻ കഴിയും, നമ്മൾ ഉയർത്തെഴുന്നേൽപ്പ് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൽ അവിടെ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ക്രിസ്തുവിൽ മരിച്ചവർ മാത്രമേ ഉള്ളൂ. സഭയുടെ ഉയർത്തെഴുന്നേൽപ്പാണ് തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നത് എന്നുള്ളത് അറിയാം.
നമ്മൾ വാസ്തവത്തിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് പിന്നെ ചാർലി ചാൻ ഇവിടെ വന്ന് ക്ലാസ് എടുത്തപ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് എടുത്തപ്പോൾ അവിടെ 24 മൂപ്പന്മാരെ കുറിച്ച് പറഞ്ഞപ്പം അത് സഭയെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ആ സമയത്ത് അവിടെ പഴയ നിയമ വിശുദ്ധന്മാരില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് താൻ ആ ക്ലാസ് എടുത്തതാണ്. വാസ്തവത്തിൽ അതിനുശേഷം എനിക്ക് ബെനയ ആ വീഡിയോ അയച്ചു തന്നു. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ അയച്ചതല്ലേ, ബെനയെ കോണ്ടാക്ട് ചെയ്താലും അയച്ചു തരും. നല്ലൊരു ക്ലാസ് ആയിരുന്നു അത്. 7 ക്ലാസ് ഉണ്ട് അത്. ഇറ്റ് വാസ് വെരി ഗുഡ്. അപ്പോ നമ്മൾ പറയാൻ വന്നത് പഴയ നിയമ വിശുദ്ധന്മാർ അവര് ഉയർത്തെഴുന്നേൽക്കുന്നത് ട്രിബുലേഷന് ശേഷമാണ്. ട്രിബുലേഷന് ശേഷമാണ്. നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നത് ട്രിബുലേഷന് മുൻപാണ്. ഞാൻ അതിനൊരു ഒരു ചാർട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇനി ഈ ഭാഗത്ത് 2-ാം വാക്യത്തിൽ ഒരു കാര്യങ്ങളുണ്ട് വളരെ പ്രധാനം കേട്ടോ. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ പലരും ചിലർ നിത്യജീവനായും ചിലർ നിത്യനിന്ദയ്ക്കുമായും ചില ലജ്ജയ്ക്ക് നിത്യനിന്ദയ്ക്കുമായും. നിത്യ എന്നുള്ള വാക്ക്, എവർലാസ്റ്റിംഗ് എന്ന വാക്ക് വളരെ പ്രധാനമാണ്. അനേകര് ഈ എവർലാസ്റ്റിംഗ് എന്നുള്ള വാക്ക് വിശ്വസിക്കുന്നില്ല കേട്ടോ. അയ്യോ, ഞാൻ കർത്താവിനെ വിശ്വസിച്ചില്ല, അതുകൊണ്ട് നിത്യമായി നരകത്തിൽ പോകും. സ്വർഗത്തിൽ പോകുന്നു വിശ്വസിക്കാനായിട്ട് എളുപ്പമാണ്. നരകത്തിൽ പോകും, നിത്യമാണ് നരകം എന്നുള്ളതായിരിക്കുന്ന കാര്യം വിശ്വസിക്കാനായിട്ട് പലർക്കും പ്രയാസമാണ്. പലരും വിശ്വസിക്കുന്നില്ല. നമുക്കറിയാം, എനിക്കറിയാവുന്നവർ തന്നെയുണ്ട്, പേര് പറയുന്നത് ശരിയല്ല, അവര് പോലും എന്നോട് ഒരാൾ പറഞ്ഞു, ഒരൊറ്റ കുഞ്ഞു പോലും നരകത്തിൽ പോകത്തില്ല, നരകം എന്ന് പറയുന്നത് സാത്താനും അവന്റെ സന്തതിക്ക് വേണ്ടി മാത്രമുള്ളതാ, മനുഷ്യന്മാരിൽ ഒരൊറ്റ ആൾ പോലും പോകത്തില്ലെന്ന് വിശ്വസിക്കുന്നവരും വേർപാടുകാരുടെ കൂട്ടത്തിലുണ്ട്. വേർപാടുകാരുടെ ഉപദേശമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ഞാൻ പറയുകയാണ്, അങ്ങനെ വിശ്വസിക്കുക. അപ്പൊ നരകം നിത്യമാണ് എന്ന് വിശ്വസിക്കാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷെ ദൈവവചനം വളരെ കൃത്യമായിട്ട് പറയും, എന്താ? നിത്യ ലജ്ജയും അതുപോലെ എന്താ നമ്മളുടെ നിത്യജീവനും നിത്യനിന്ദയും. സ്വർഗവും നിത്യമാണ്, നരകവും നിത്യമാണ് എന്നുള്ളതാണ്. സ്വർഗവും നിത്യമാണ്, നരകവും നിത്യമാണ് എന്നുള്ള എവർലാസ്റ്റിംഗ്. അത്രയും മനസ്സിലായല്ലോ അല്ലേ? 2-ാം അധ്യായം 2-ാം വാക്യം നമുക്ക് മനസ്സിലായി. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ 2-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത് അത് ട്രിബുലേഷൻ സെയിൻസ് ഉയർത്തെഴുന്നേൽക്കുന്നതാണെങ്കിൽ തന്നെയും അതോടൊപ്പം പഴയ നിയമ വിശുദ്ധന്മാരും അവരും ട്രിബുലേഷന് ശേഷം അഥവാ ഈ പീഡനകാലത്തിന് ശേഷം 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുൻപാണ് അവർ ഉയർത്തെഴുന്നേൽക്കുന്നത് എന്നുള്ളതാണ്. മോനിക്കട്ടെ, എന്താ? എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. പക്ഷെ അതെന്താ അറിയാമോ? എല്ലാവരും ഉയർത്തെഴുന്നേൽക്കെന്ന് പറയുമ്പോ ഈ പഴയ നിയമത്തില് പ്രവാചകന്മാർക്ക് ആ പീരീഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ ഒരുമിച്ച് അവർ പറഞ്ഞു എന്ന് വന്നാലും അങ്ങനെ അനേക വേദവാക്യങ്ങളുണ്ട്. അനേക വേദവാക്യങ്ങൾ ബൈബിളിലുണ്ട്. നമുക്ക് ഒരു കാര്യം പറഞ്ഞു തരുന്നു. യെശയ്യാപ്രവചനം 52-ാം അധ്യായം തന്നെ നോക്കിയാൽ മതി. 52-ാം അധ്യായത്തിൽ അവിടെ നമുക്കറിയില്ലേ, യെശയ്യാപ്രവചനം 52-ാം അധ്യായത്തിൽ എന്താ, എങ്ങനെയാണ്? 52 അല്ലേ? 52-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ അതൊക്കെ കണ്ടാൽ തന്നെ അറിയാം പ്രവാചകന്മാർക്ക് അത്. ഞാൻ വാക്യം വായിക്കാം. 52-ാം അധ്യായത്തിന്റെ അവസാന വാക്യം 13-ാം വാക്യം. എന്റെ ദാസൻ കൃതാർത്ഥനാകും, അവൻ ഉയർന്നു പൊങ്ങി എത്തുന്ന ഉന്നതനായിരിക്കും എന്ന് പറഞ്ഞ ഉടനെ പറയാം, അവന്റെ രൂപം കണ്ടാൽ ആളെല്ലാം തോന്നുമാറ് എന്ന് പറയാം. അപ്പം ഇത് രണ്ടും തമ്മിലുള്ളതായിരിക്കുന്ന വ്യത്യാസം, ഈ കാര്യത്തിലുള്ള വ്യത്യാസം അത് പ്രവാചകന്മാർക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ രണ്ടുപേരും ഉയർത്തെഴുന്നേൽക്കും. അത് നമുക്ക് കൃത്യമായിട്ട് ഒന്നുകൂടെ അല്ല അല്ലല്ല നിത്യ ദാനിയേൽ പ്രവചനത്തിൽ നിത്യ ജീവനായി എന്ന് പറയുന്നത് അവര് വിശുദ്ധ ട്രിബുലേഷന് മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. നിത്യനിന്ദയ്ക്ക് ലജ്ജയ്ക്ക് നിത്യനിന്ദയ്ക്കുമായി അത് അവസാനം ഫൈനൽ. ട്രിബുലേഷന്റെ എൻഡില് നിത്യജീവനായിട്ട് ഉയർത്തെഴുന്നേൽക്കും. നിത്യ ലജ്ജയ്ക്കായിട്ട് ഉയർത്തെഴുന്നേൽക്കും 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം ലാസ്റ്റ്. ഞാൻ ഒരു ചാർട്ട് നിങ്ങൾക്ക് ഇപ്പൊ തന്നിട്ടുണ്ട്, അത് നോക്കിക്കാട്ടെ, ഒന്ന് നോക്കിക്കാട്ടെ. നമുക്ക് വളരെ പെട്ടെന്ന് ആ ചാർട്ട് നോക്കാം. അത് ഇതിൻ്റെ അകത്ത് കുറച്ച് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. ഞാനത്
ഓക്കെ, അത് കാണാനല്ലേ നിങ്ങളുടെ കയ്യിലുള്ളത്? നമ്മൾ ആരംഭിക്കുന്ന റാപ്ചർ ഓഫ് സെയിൻസ് കണ്ടല്ലോ അല്ലേ? ഓൺ ദി ലെഫ്റ്റ് ടോപ്പ്, റാപ്ചർ ഓഫ് സെയിൻസ്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ് ടു ഹാപ്പൻ നൗ. അത് ഏത് സമയത്ത് വേണമെങ്കിലും നടക്കാനായിട്ട് കഴിയും. അത് കഴിഞ്ഞിട്ട് ട്രിബുലേഷൻ പീരീഡ് ആണ്. റാപ്ചർ ഓഫ് സെയിൻസ് കഴിഞ്ഞിട്ട് ട്രിബുലേഷൻ പീരീഡ് ആണ് അല്ലേ? അത്രയും കൃത്യമായി. എന്തോ? ട്രിബുലേഷൻ, പീഡനകാലം. പീഡനകാലത്തിന്റെ അവസാനത്തിൽ ഗ്ലോറിയസ് അപ്പിയറൻസ് ഓഫ് അവർ ലോർഡ്, ഗ്ലോറിയസ് അപ്പിയറൻസ് ഓഫ് അവർ ലോർഡ് അല്ലേ? ട്രിബുലേഷന്റെ അവസാനം ഗ്ലോറിയസ് അപ്പിയറൻസ് ഓഫ് അവർ ലോർഡ്. അത് കഴിഞ്ഞ് നടക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ഫൈനൽ ജഡ്ജ്മെന്റ് ഓഫ് ഇസ്രായേൽ. ഫൈനൽ ജഡ്ജ്മെന്റ് ഓഫ് ഇസ്രായേൽ. ഞാൻ അവിടെ എസെക്കിയേൽ പ്രവചനം 20-ാം അധ്യായത്തിന് 34 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് വാസ്തവത്തിൽ അത് ബാബിലോണിന്റെ കാര്യത്തെക്കുറിച്ച് പറയുന്നതിന്റെ മധ്യേ ഉള്ളതായിരിക്കുന്ന പാർഷ്യൽ ഫുൾഫിൽമെന്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ് എസെക്കിയേൽ. സെക്കരിയ പ്രവചനം ഞാൻ എല്ലാവരുടെയും പേപ്പറിൽ എഴുതി. സെക്കരിയ പ്രവചനം 13-ാം അധ്യായത്തിന് 8-9 വാക്യങ്ങൾ. അതൊന്ന് നോക്കിയാട്ടെ. സെക്കരിയ പ്രവചനം 13-ാം അധ്യായത്തിന് 8-9 വാക്യങ്ങൾ. 13-ന്റെ 8-9. അവിടെ നമ്മൾ വായിക്കുന്നത് എന്താ? എന്നാൽ സർവ്വദേശത്തിലും 1/2 രണ്ടംശം ഛേദിക്കപ്പെട്ട് പ്രാണനെ വിടും. 1/1 ശേഷിച്ചിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. 1/1 ഞാൻ തീയിൽ കൂടി കടത്തി വെള്ളി ഊതി കഴിക്കുന്നത് പോലെ അവരെ ഊതി കഴിക്കും. പൊന്നു ശോധന കഴിക്കുന്നത് പോലെ അവരെ ശോധന കഴിക്കും. അവർ എന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ അവർക്ക് ഉത്തരവരുളുകയും ചെയ്യും എന്ന് പറയാം. അപ്പോ എന്താന്ന് ചോദിച്ചാൽ ട്രിബുലേഷൻ പീരീഡിന്റെ അവസാനമാകുമ്പോ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുമ്പോ യഹൂദന്മാര് പല സ്ഥലത്തായിട്ട് ഇങ്ങനെ വ്യാപിച്ചു കിടക്കുക. എല്ലാവരും ആ സമയത്തേക്ക് യെരൂശലേമിലേക്ക് വരത്തില്ല. ദൈവം അവരെ കൊണ്ടുവരും. അതാണ് നമ്മൾ വാസ്തവത്തിൽ എസെക്കിയേൽ പ്രവചനത്തിൽ കാണുന്നത്. ദൈവം അവരെ കൊണ്ടുവന്നിട്ട് അവരെ എല്ലാ യഹൂദന്മാരും അന്ന് യെരൂശലേമിലേക്ക് വരും. വന്നിട്ട് ദൈവം അവരെ ന്യായം വിധിക്കുക. എങ്ങനെയാന്ന് ചോദിച്ചാൽ അവർ വരുന്ന വഴിക്ക് ഒരു ത്രോൺ വെച്ചിട്ടൊന്നുമല്ല, വരുന്ന വഴിക്ക് തന്നെ ദൈവം അവരെ ഊതിക്കഴിക്കും. എന്ന് വെച്ചാൽ ശോധന ചെയ്യും. എന്നിട്ട് യഥാർത്ഥമായിട്ട് ദൈവത്തെ അംഗീകരിക്കുന്നതായിരിക്കുന്ന യഹൂദന്മാര് മാത്രമേ യെരൂശലേമിലേക്ക് കടക്കത്തുള്ളൂ. ബാക്കിയുള്ളവർക്ക് യെരൂശലേമിലേക്ക് പ്രവേശനം ഉണ്ടാകുകയില്ല. അപ്പൊ നമ്മൾ ഇത് നോക്കുക. ഗ്ലോറിയസ് അപ്പിയറൻസ് ഓഫ് അവർ ലോർഡ് കഴിഞ്ഞിട്ട് നമ്മൾ ട്രിബുലേഷന്റെ അവസാനത്തോടെ നമ്മുടെ കർത്താവ് മഹത്വ പ്രത്യക്ഷത, അതിനുശേഷം ഫൈനൽ ജഡ്ജ്മെന്റ് ഓഫ് ഇസ്രായേൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ത്രോൺ ഓഫ് ഗ്ലോറി എന്ന് നമ്മൾ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ അവിടെ തേജസ്സിന്റെ സിംഹാസനം എന്ന് പറയുന്ന സിംഹാസനത്തെ കുറിച്ച് നമ്മൾ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ അത് ജാതികളെ മാത്രം ന്യായം വിധിക്കാനുള്ള, അവിടെ യഹൂദനെ ന്യായം വിധിക്കുന്നില്ല, ജാതികളെ ന്യായം വിധിക്കുന്നത്. യഹൂദനെ ദൈവം അങ്ങനെ ഒരു ത്രോൺ വെച്ചിട്ടല്ല ന്യായം വിധിക്കുന്നത്. ദൈവത്തോട് കർത്താവിന്റെ അംഗീകരിക്കാത്തവരെല്ലാം ദൈവം തകർത്ത് കളയും. അത് ഒരു വ്യത്യസ്തമായിരിക്കും ന്യായവിധിയ. എന്നാൽ ത്രോൺ ഓഫ് ഗ്ലോറി അഥവാ അവസാന മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ കാണുന്നതായിരിക്കും തേജസ് സിംഹാസനം. ആ സിംഹാസനത്തിൽ എല്ലാ ജാതികളെയും ന്യായം വിധിക്കും. എന്നിട്ട് ജാതികളെ തന്നെ രണ്ടായിട്ട് തിരിക്കും. എന്നിട്ട് those who left from the throne of glory will be cast to hell. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 46-ാം വാക്യത്തിൽ അങ്ങനെ തേജസ് സിംഹാസനത്തിൽ അവിടെ വെച്ച് ദൈവം ന്യായം വിധിച്ചിട്ട് അവർക്ക് പിന്നീടൊരു ന്യായവിധി വെള്ള സിംഹാസനം ഇല്ല എന്ന് വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്. രണ്ട് ന്യായവിധിയുടെ ആവശ്യമില്ല. അവരെ ത്രോൺ ഓഫ് ഗ്ലോറിയിൽ അഥവാ തേജസ് സിംഹാസനത്തിൽ വെച്ച് ദൈവം ട്രിബുലേഷന്റെ അവസാനം ജീവിച്ചിരിക്കുന്ന എല്ലാ ജാതികളെയും ന്യായം വിധിച്ചിട്ട് ജാതിയായിട്ട് ഒന്നുകിൽ അവരെ 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കും എന്ന് പറയുന്നത് ശരി. കാര്യം 1000 ആണ്ട് വാഴ്ച എന്ന് വെച്ചാൽ നമ്മൾ ഈ ലോകത്ത് നിന്ന് പോവുകയല്ല, നമ്മളല്ല, അന്നിവിടെയുള്ള ആൾക്കാർ, എറണാകുളത്തുള്ള ആൾക്കാർ എറണാകുളത്ത് തന്നെ ജീവിക്കും. പക്ഷെ 1000 ആണ്ട് വാഴ്ചയായിരിക്കും ആ കാലഘട്ടം. ആ കാലഘട്ടത്തിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ ഇടയാകും. അല്ലാത്തവരെ നമ്മൾ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അത് വായിച്ചാട്ട് 25-ാം അധ്യായം മത്തായി 25-46. ആർക്കെങ്കിലും വായിക്കാൻ ചെയ്യാൻ കേട്ടോ, കുഴപ്പമില്ല. ഇന്റർനെറ്റിലുള്ളവർക്ക് സൂമിലുള്ളവർക്ക് കേൾക്കാൻ പറ്റത്തില്ല എന്നുള്ളതേ ഉള്ളൂ, സാരമില്ല. 46-ാമത്തെ വാക്യം പോകും. അതാ, ഇവർ ദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കിലേക്കും പോകും എന്ന് എഴുതിയിരിക്കുക. അത് ഈ തേജസ്സിന്റെ സിംഹാസനം 31-ാം വാക്യത്തിൽ 25-ാം അധ്യായം 31-ാം വാക്യത്തിൽ തേജസ് സിംഹാസനം, ദ ത്രോൺ ഓഫ് ഗ്ലോറി, അവിടെ വെച്ച് രണ്ടായിട്ട് തിരിച്ചിട്ട് അതിൽ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നതായിരിക്കും അവിടെ പറയുന്നതായിരിക്കും കാര്യങ്ങൾ ആശ്രയിച്ച് അങ്ങനെയുള്ളവരെ വലത്തുള്ളവരെ അവരെ നിത്യ ജീവങ്കിലേക്കും
ഇടത്തുള്ളവരെ അവരെ നിത്യദണ്ഡനത്തിലേക്കും അഥവാ എന്ന് വെച്ചാൽ നരകത്തിലേക്ക് അവരെ വിടും എന്നുള്ളതാണ്. അൺഫോർച്ചുനേറ്റ്ലി അവര് ഒരുപക്ഷെ 1000 വർഷക്കാലം മറ്റുള്ളവരെക്കാൾ കൂടുതൽ നരകം അനുഭവിക്കേണ്ടി വരും എന്ന് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് അൺഫോർച്ചുനേറ്റ് ആണ്. പക്ഷേ ദർ ഇസ് നോ അതർ സൊല്യൂഷൻ ഫോർ ദം. അവരെ നരകത്തിലേക്ക് തള്ളിയിടും എന്നുള്ളത്. അപ്പൊ ദോസ് ആർ ലെഫ്റ്റ് ഫ്രം ത്രോൺ ഓഫ് ഗ്ലോറി വിൽ ബി കാസ്റ്റ് ടു ഹെൽ. And the final judgment of Israel, Jews who are not obeying the Lord will be killed and will resurrect for final judgment. Final judgment ഇവിടെയാണ്. മില്ലേനിയലിന്റെ ഏറ്റവും അവസാനം ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ആൻഡ് ലേക്ക് ഓഫ് ഫയർ. ഫൈനൽ ജഡ്ജ്മെന്റ് ഓഫ് അൺബിലീവേഴ്സ് ബോത്ത് ഓൾഡ് ടെസ്റ്റ്മെന്റ് ആൻഡ് ന്യൂ ടെസ്റ്റ്മെന്റ്. അത് മില്ലേനിയത്തിന് ഇടയിലും. അപ്പൊ ഇത് തമ്മിൽ ടൈം ഗ്യാപ്പ് ഉണ്ട്. അത് നമ്മൾ ഇന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ട്രിബുലേഷനും മില്ലേനിയൽ കിങ്ഡം തമ്മിൽ ഇടയ്ക്കൊരു ടൈം ഗ്യാപ്പ് ഉണ്ട്. അത് നമുക്ക് ഇനി പഠിക്കാം. ഇനി ദോസ് ആർ എൻറ്ററിങ് ഇൻ ടു ദ മില്ലേനിയം. ഞാനിവിടെ 1A and 1B. ഒന്ന് റാപ്ചേർഡ് ന്യൂ ടെസ്റ്റ്മെന്റ് സെയിൻസ് എന്ന് വെച്ചാൽ ഗ്ലോറിയസ് അപ്പിയറൻസ് ഓഫ് അവർ ലോർഡ്. ദൈവം അവന്റെ തേജസ്സോടുകൂടി അവൻ വരുമ്പോ ആ കൂട്ടത്തിൽ നമ്മളും കൂടെ ഉണ്ടാവും എന്നുള്ളത് അല്ലേ. നാമും അവനോടുകൂടെ വരും. അതാ. എന്നിട്ട് നാം 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കും. റാപ്ചേർഡ് ന്യൂ ടെസ്റ്റ്മെന്റ് സെയിൻസ്. അതുപോലെ റിസറക്റ്റഡ് ഓൾഡ് ടെസ്റ്റ്മെന്റ് സെയിൻസ് ആൻഡ് ഡെഡ് ട്രിബുലേഷൻ സെയിൻസ്. വെളിപ്പാട് പുസ്തകം 20 അധ്യായത്തിൽ നമ്മൾ കണ്ടു അല്ലേ. 20 അധ്യായത്തിൽ നമ്മൾ അവിടെ ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ച് നമ്മളിപ്പോ കണ്ടതാണ് ആ വാക്യം. അവരും മില്ലേനിയൽ കിങ്ഡത്തിലേക്ക് എഴുന്നേൽക്കുക. അല്ലെങ്കിൽ ദാനിയേൽ പ്രവചനം 2 അധ്യായത്തിൽ കാണുന്ന അവര് നിത്യ ജീവനായിട്ടുള്ളവർ അവരും എഴുന്നേൽക്കും. പക്ഷെ ഈ 2 കൂട്ടരും they will be in glorified bodies. They will not be in physical bodies. They will be in glorified bodies. അപ്പൊ ഗ്ലോറിഫൈഡ് ബോഡീസ് ആയിട്ട് മില്ലേനിയൽ കിങ്ഡത്തിലേക്ക് വരുന്നവര് ആരൊക്കെയാന്ന് ചോദിച്ചാൽ റാപ്ചേർഡ് ന്യൂ ടെസ്റ്റ്മെന്റ് സെയിൻസ് ആൻഡ് ദെൻ ഓൾഡ് ടെസ്റ്റ്മെന്റ് സെയിൻസ് ആൻഡ് ട്രിബുലേഷൻ സെയിൻസ്. ട്രിബുലേഷൻ കാലഘട്ടത്തിൽ മരിച്ചുപോയവർ. ക്ലിയർ ആണല്ലോ അല്ലേ. ദോസ് ആർ entering into the millennium in glorified bodies. Raptured New Testament saints and resurrected Old Testament saints and dead tribulation saints. നമ്മള് ഇവിടെ റാപ്ചർ ഓഫ് സെയിൻസിന്റെ അകത്ത് നമ്മള് ഉയർത്തെഴുന്നേറ്റ് പിന്നെ കർത്താവിനോട് വന്ന് നമ്മൾ മില്ലേനിയത്തിൽ കയറും. റിസറക്റ്റഡ് ഓൾഡ് ടെസ്റ്റ്മെന്റ് സെയിൻസ് ആൻഡ് ഡെഡ് ട്രിബുലേഷൻ സെയിൻസ് they will resurrect and they will directly come into millennium. They will not go to heaven or cross or with the Lord. They will directly enter the millennium. ഇനിയും മനുഷ്യരായിട്ട് അവിടെ ചെല്ലുന്ന ആരാണെന്ന് ചോദിച്ചാൽ ഈ ഫൈനൽ ജഡ്ജ്മെന്റ് ഓഫ് ഇസ്രായേലിന്റെ അകത്ത് ദ ജൂസ് ആസ് പെർ ഡാനിയൽ 12:1 and 2 ആ ഫൈനൽ ജഡ്ജ്മെന്റ് ഓഫ് ഇസ്രായേലിൽ അതിൽ രക്ഷപ്പെട്ട് നിത്യജീവനായിട്ട് നിയമിക്കപ്പെട്ടതായിരിക്കുന്ന യഹൂദന്മാർ യെരൂശലേമിലുള്ള യഹൂദന്മാർ അവര് വ്യക്തികളായിട്ട് തന്നെ മനുഷ്യനായിട്ട് തന്നെ 1000 ആണ്ടിലേക്ക് അവർ പ്രവേശിക്കും. അതുപോലെ തന്നെ ദ നേഷൻസ് ഹു കം ഫ്രം ദ ത്രോൺ ഓഫ് ഗ്ലോറി വിൽ എൻ്റർ മില്ലേനിയം ഇൻ പേഴ്സൺ. ഇവിടെ ത്രോൺ ഓഫ് ഗ്ലോറി വെച്ചിട്ട് വലത്തുള്ളവർ ഷീപ്പ് അവരും എന്ത് ചെയ്യും? അവരും ഡയറക്റ്റ് ആയിട്ട് ദേ വിൽ എൻ്റർ ഇൻ ടു ദ മില്ലേനിയം ഇൻ പേഴ്സൺ. അപ്പൊ മില്ലേനിയത്തിൽ 2 തരം ആൾക്കാരുണ്ട്. 1000 ആണ്ട് വാഴ്ചയിൽ 2 തരം ആൾക്കാരുണ്ട്. ഒന്ന് those people who are entering into millennium in glorified bodies. അതാരൊക്കെയാ? റാപ്ചേർഡ് ന്യൂ ടെസ്റ്റ്മെന്റ് സെയിൻസ്, they will come with Christ and they will enter. And resurrected Old Testament saints and dead tribulation saints, they will resurrect and they will enter directly into the millennium. And those who are entering in person, അതിവിടെ 2 എന്ന് പറഞ്ഞ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, are the Jews as per Daniel 12:1 and 2. അവര് ട്രിബുലേഷൻ കാലഘട്ടത്തിൽ രക്ഷപ്പെട്ട് ഉള്ളതായിരിക്കുന്ന യഹൂദന്മാർ ഫൈനൽ ജഡ്ജ്മെന്റ് ഓഫ് ഇസ്രായേൽ അതെല്ലാം കഴിഞ്ഞിട്ട് വെള്ളി ഊതി കഴിക്കുന്നത് പോലെ, പൊന്ന് ശോധന കഴിക്കുന്നത് പോലെ ശോധന കഴിച്ച് ദൈവം ബാക്കി വെച്ചതായിരിക്കുന്ന യഹൂദന്മാർ. അവിടെ തന്നെ നമ്മൾ സെക്കരിയ പ്രവചനത്തിൽ നമ്മൾ കണ്ടല്ലേ, 2/3 അങ്ങ് പോകും, 1/3 ബാക്കി കാണത്തുള്ളൂ. ആൻഡ് they will enter into the millennium. അതാണ് യഹൂദന്മാർ. ആൻഡ് nations are those people who are judged on the throne of glory. അത്രയും കൃത്യമായിട്ട് മനസ്സിലായല്ലേ? So they will enter the millennium and then at the end of millennium there will be a great white throne. അത് വെളിപ്പാട് പുസ്തകം 20 അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. And lake of fire, final judgment of unbelievers, both Old Testament and New Testament. And then those who are the millennium will, after the millennium, will enter into heaven or
പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്ക് അവർ പ്രവേശിക്കും. വെളിപ്പാട് പുസ്തകം 21 അധ്യായം 22 അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. കോംപ്ലിക്കേഷൻ ഉണ്ടോ? നിങ്ങൾ ഇത് നോക്കിയാൽ മതി കേട്ടോ. ആർക്കെങ്കിലും ഇത് നോക്കിയാൽ മതി. ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ സൂമിലുള്ളവർക്കും വേണ്ടവര് എന്നോട് ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇതിന്റെ കോപ്പി തരാനായിട്ട് കഴിയും. ആവശ്യമുള്ളവർ ദയവായിട്ട് പറയും. ഇത് വളരെ നല്ലതാണ്. ഒറ്റ എന്താ ബേർഡ്സ് ഐ വ്യൂ, ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇത് ആ സീക്വൻസ് മനസ്സിലാക്കാനായിട്ട് വളരെ പ്രയോജനമാണ് ഈ പേപ്പർ. കഴിഞ്ഞല്ലോ അല്ലേ? ഐ തിങ്ക് ദിസ് പാർട്ട് ഈസ് ഓവർ. നമുക്കിനി 3-ാം വാക്യത്തിലേക്ക് വരാം. 3-ാം വാക്യം, 12 അധ്യായം 3-ാം വാക്യം. സമയം ഓടിപ്പോവല്ലേ? എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. ബുദ്ധിമാന്മാർ എന്ന് പറയുന്നത് പീഡനകാലത്തിൽ കർത്താവിന് വേണ്ടി നിലകൊണ്ടവരെയാണ് ബുദ്ധിമാന്മാർ എന്ന് പറയുന്നത്. നീതിയിലേക്ക് തിരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ പീഡനകാലത്തിൽ അവർ കർത്താവിന് വേണ്ടി നിന്നു എന്ന് മാത്രമല്ല, അനേകരെ അതിനുവേണ്ടി അവര് നിർബന്ധിച്ചു. അങ്ങനെ അനേകരെ അതിനുവേണ്ടി അവര് നിർബന്ധിച്ചവരാണ്, പ്രേരിപ്പിച്ചവരാണ്. ദേ ആർ ദ പീപ്പിൾ ഹു ക്യാൻ ബി സെഡ് ദാറ്റ് ദേ ആർ ദ റൈച്ചസ് പീപ്പിൾ. ആർ ദ പീപ്പിൾ നീതിയിലേക്ക് തിരിക്കുന്നവർ എന്ന്. അപ്പൊ ബുദ്ധിമാന്മാർ നീതിയിലേക്ക് തിരിക്കുന്നവർ, അവർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും അവർ നക്ഷത്രങ്ങളെ പോലെയും പ്രകാശിക്കും. ദേ വിൽ ഗെറ്റ് ഗ്ലോറിഫൈഡ് ബോഡീസ് എന്നല്ലേ? ദേ വിൽ ഗെറ്റ് ഗ്ലോറിഫൈഡ് ബോഡീസ്, അതാണ് അതിന്റെ അർത്ഥം. ആകാശമണ്ഡല പ്രഭയും നക്ഷത്രങ്ങൾ എന്ന് പറയാം. ദേ വിൽ ഗെറ്റ് ഗ്ലോറിഫൈഡ് ബോഡീസ്. അവർ ആകാശം പ്രഭ പോലെയും നക്ഷത്രങ്ങളെ പോലെയും ദേ വിൽ ബി ലൈക്ക് എന്ന് വെച്ചാൽ ദേ വിൽ ഗെറ്റ് ഗ്ലോറിഫൈഡ് ബോഡീസ്. ഇവിടെ വീണ്ടും ഈ വാക്യത്തിൽ നമ്മൾ കാണും എന്നും എന്നേക്കും പ്രകാശിക്കും. എന്നും എന്നേക്കും എന്നുണ്ട്, ഫോർ എവർ അല്ലെ? ഫോർ എവർ ആൻഡ് എവർ. അത് 2-ാം വാക്യത്തിൽ നമ്മൾ കണ്ട നിത്യ ജീവൻ എന്ന് പറഞ്ഞതിനെ റീഇൻഫോഴ്സ് ചെയ്യുക എന്ന് വെച്ചാൽ എന്നും എന്നേക്കും. ദൈവവചനം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സ്വർഗം നരകം എന്ന് പറയുന്നത് ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം അല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് ഈസ് ഇറ്റേണൽ. അതിനൊരു അന്തമില്ലെന്നുള്ളതാണ്. അത് നമ്മൾ ഇനി കൂടുതൽ പഠിക്കണമെങ്കിൽ അത് വലിയ സബ്ജക്റ്റാ. കാര്യം വെൻ യു ആർ ഔട്ട് ഓഫ് ദിസ് ടൈം സൈക്കിളിന് വെളിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ സമയത്തിന് യാതൊരു വിലയില്ല. വി ആർ ഔട്ട് ഓഫ് ദ ടൈം. സമയം നമ്മൾ വാസ്തവത്തിൽ പ്രോപ്പർട്ടി തിയോളജി പഠിച്ചപ്പോൾ ആ കാര്യം ഇത്തിരി കൂടുതലായിട്ട് നമുക്ക് പഠിക്കാൻ സാധിച്ചതാണ്. സോ എന്നും എന്നേക്കുമാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നതാണ്. ഇനി 4-ാമത്തെ വാക്യം, നീയോ ദാനിയേലേ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക. പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഒരു വളരെ സുദീർഘമായിരിക്കുന്ന ഒരു വെളിപ്പാടാണ് ദൈവം ദാനിയേലിന് കൊടുത്തല്ലേ. 10-ാം അധ്യായം തുടങ്ങി 10, 11, 12 അധ്യായങ്ങൾ ദീർഘമായിരിക്കുന്ന വെളിപ്പാട് ദൈവം ദാനിയേലിന് ഈ ഒറ്റ വെളിപ്പാടി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഇത് മാത്രമല്ല, വാസ്തവത്തിൽ 1-ാം അധ്യായം തുടങ്ങിയുള്ളതായിരിക്കുന്ന എല്ലാ വെളിപ്പാടും കഴിഞ്ഞിട്ട് ദൈവം ദാനിയേലിനോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? നീ ഈ വചനങ്ങളെ മുദ്രയിടുക എന്ന് പറഞ്ഞു. വചനങ്ങളെ അടച്ച പുസ്തകത്തിന് മുദ്രയിടുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ ദൈവവചനം വാസ്തവത്തില് ദൈവം എന്തുകൊണ്ടാണ് ഇത് മുദ്രയിടാൻ പറഞ്ഞത്, അല്ലെങ്കിൽ അടച്ചു വെക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇത് ദാനിയേലിന്റെ കാലഘട്ടത്തിൽ അത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് അസാധ്യമാണ്. ഈ പ്രവചനങ്ങൾ വാസ്തവത്തിൽ ദാനിയേലിന്റെ കാലഘട്ടത്തിൽ ആർക്കും മനസ്സിലാകത്തില്ല. അന്ത്യകാലത്തേക്ക് അത് മാറ്റിയിരിക്കുക. അന്ത്യകാലം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇതുവരെ കണ്ട അന്ത്യകാലം എന്ന് വെച്ചാൽ ട്രിബുലേഷനോട് ചേർന്ന, നമ്മെ സംബന്ധിച്ചിടത്തോളം ശരിയായ അന്ത്യകാലം എന്ന് പറയുന്നത് അത് ശരിയായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തത് കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് കരേറിപ്പോയ സമയം തുടങ്ങി അന്ത്യകാലത്ത് ലാസ്റ്റ് ഡേയ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുക. ആൻഡ് ഇറ്റ് വിൽ എൻഡ് വെൻ ക്രൈസ്റ്റ് കംസ് ഇൻ ഗ്ലോറി. അപ്പം ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത വരെയുള്ളതായിരിക്കുന്ന 1000 ആണ്ട് വാഴ്ചയല്ല, ആകാശത്തിൽ വരുന്നതല്ല, മഹത്വ പ്രത്യക്ഷ വരെയുള്ള കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ അന്ത്യകാലം എന്ന് പറയാൻ കഴിയും. എന്തുകൊണ്ടാണ് അന്ത്യകാലം എന്ന് പറയുന്നത് വെച്ചാൽ ഏത് നിമിഷത്തിലും കർത്താവിന് വരാനായിട്ട് കഴിയും എന്നുള്ളതാണ്. കർത്താവിന് വരാനായിട്ട് ഇനി ഒരു കാര്യം നമ്മൾ കണ്ടല്ലോ, ചാർട്ട് കണ്ടല്ലോ. ഫസ്റ്റ് തിങ് ടു ഹാപ്പൻ ഈസ് ദ റിസറക്ഷൻ ഓഫ് ദ സെയിൻസ്. അതാണ് ആദ്യം നടക്കേണ്ടത്. അപ്പൊ കർത്താവിന് എപ്പോ വേണേ വരാം. അത് എന്നോട്ട് വരാൻ കഴിയുമായിരുന്നു? കർത്താവ് സ്വർഗാരോഹണം ചെയ്ത പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ കർത്താവ് സ്വർഗത്തിലേക്ക് പോയതായിരിക്കുന്ന ആ നിമിഷം തുടങ്ങി ഏത് നിമിഷം കർത്താവിന് വരാൻ കഴിയുമായിരുന്നു. സോ ദ എൻഡ് ഡേയ്സ് സ്റ്റാർട്ട്സ്. ഒരു വാക്ക്, ഞാൻ തിയോളജിക്കൽ ടേം ഉണ്ട്, ആ ടേം ഇങ്ങനെ ഓൾറെഡി ബട്ട് നോട്ട് യെറ്റ്.
അത് ഓൾറെഡി ബട്ട് നോട്ട് യെറ്റ് എന്ന് പറയുന്ന ഒരു തിയോളജിക്കൽ ടേം ഉണ്ട്. അതിന്റെ അർത്ഥം അത് സാധാരണ പ്രോഫസിയുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ സംഭവിച്ചു കഴിഞ്ഞു, പക്ഷേ സംഭവിച്ചിട്ടില്ല. ഇറ്റ് ഈസ് ഓൾറെഡി ദെയർ. ഇപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾറെഡി ഹാപ്പൻഡ് ബട്ട് നോട്ട് യെറ്റ്. ഇപ്പോ നമുക്ക് അതുപോലത്തെ മറ്റു ഉദാഹരണം കാണാൻ കഴിയും. ഉദാഹരണത്തിന് യഹൂദന്മാരുടെ തിരിച്ചുവരവ്. 1948 യഹൂദന്മാർ അവിടേക്ക് തിരിച്ചു വന്നു. പക്ഷെ നമുക്ക് പറയാൻ കഴിയുമോ? നമ്മൾ അതിനെക്കുറിച്ച് കണ്ടതാണ്. ഈവൻ 50% യഹൂദന്മാര് പോലും ആ സമയത്തും ഇന്നും തിരിച്ചു വന്നിട്ടില്ല. 50% യഹൂദന്മാരിൽ നല്ലൊരു ശതമാനവും ഓൾമോസ്റ്റ് 50% അകത്തുള്ളതായിരിക്കുന്ന ഒരു 80% ആൾക്കാരും ഇപ്പോഴും എവിടെയുണ്ട്? അമേരിക്കയിലുണ്ട്. അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ യഹൂദന്മാരുള്ളത്. പിന്നെ കാനഡയിലുണ്ട്, അതുപോലെ മറ്റു രാജ്യങ്ങളിലെല്ലാം ഉണ്ട്. അപ്പോ ഓൾറെഡി ബട്ട് നോട്ട് യെറ്റ് എന്ന് വെച്ചാൽ അതൊരു തിയോളജിക്കൽ ടേമാണ്. അതിന്റെ അർത്ഥം എന്താ? ഇറ്റ് ഹാപ്പൻഡ് എന്ന് പറയാം, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഹാപ്പൻ. ഞാൻ ഇങ്ങോട്ട് ഇപ്പൊ വരുന്നു നമ്മൾ പറയത്തില്ലയോ? ഇപ്പൊ നമ്മൾ താഴെ വന്നിട്ട് എന്നെ ചോദിക്കുക എവിടെയാ? ഞാൻ എത്തിക്കഴിഞ്ഞു എന്ന് പറയും. എത്തിയോ? എത്തിയില്ല. നമ്മൾ ഇങ്ങോട്ട് കയറി വന്നില്ല, എത്തിക്കഴിഞ്ഞു എന്ന് പറയും. എന്ന് പറയുന്ന പോലെ അതാണ് ഓൾറെഡി ബട്ട് നോട്ട് യെറ്റ് എന്നുള്ളതായിരിക്കുന്ന വാക്ക്. ദാറ്റ്സ് യൂസ്ഡ് ഇൻ തിയോളജി എ ലോട്ട്. അപ്പോ അന്ത്യകാലം വരെ ഈ പുസ്തകത്തിന് മുദ്രയിടുക എന്ന് പറയാം. ഇനിയും അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക. ഷട്ട് അപ്പ് ദ വേർഡ്സ് ആൻഡ് സീൽ ദ ബുക്ക് only up to the end times. That means up to the time, end times എന്ന് പറയുന്ന up to the time the Bible is given in its full. ദൈവവചനം നമുക്ക് ലഭിച്ചപ്പോ, വെളിപ്പാട് പുസ്തകം ലഭിച്ചപ്പോഴാണ് നമുക്ക് ഇന്ന് 2600 വർഷങ്ങൾക്ക് ശേഷം ജീവിക്കുന്ന നമുക്ക് ഇന്ന് വാസ്തവത്തിൽ ദാനിയേൽ പ്രവചനം മനസ്സിലാക്കാൻ പ്രയാസമില്ലുണ്ടോ? കുറച്ചുകൂടെ മനസ്സിലാവും. ഇപ്പോഴും മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും, പക്ഷേ കുറെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്തുകൊണ്ടാ? ഒന്നാമത്തെ കാര്യം, നമുക്ക് ദൈവവചനം ലഭിച്ചത് കൊണ്ടാ. പുതിയ ഈ ബൈബിൾ പൂർണ്ണമായിട്ട് നമുക്ക് ലഭിച്ചത് കൊണ്ട് നമുക്ക് അതുകൊണ്ട് ദൈവം പറഞ്ഞു നീ ഇത് അടച്ച് മുദ്രയിടുക. ഇനി അടുത്ത ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണും ദാനിയേൽ ചോദിക്കുന്നുണ്ട് എന്നെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക. പക്ഷെ അപ്പോഴും പറഞ്ഞു ഇത് മുദ്രയിടുക എന്ന് പറഞ്ഞു. അത് അടുത്ത വാക്യങ്ങൾ നമ്മൾ കാണാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ കാണുന്ന പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. പലരും അതിനെ പരിശോധിക്കും എന്നതിന് മെനി ഷാൽ റൺ ടു ആൻഡ് ഫ്രോ എന്ന കിങ് ജെയിംസ് വേർഷനില് മെനി ഷാൽ റൺ ടു ആൻഡ് ഫ്രോ. ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിളിൽ മെനി വിൽ ഗോ ബാക്ക് ആൻഡ് ഫോർത്ത്. ആംപ്ലിഫൈഡ് ബൈബിൾ കുറച്ചുകൂടെ ക്ലിയർ ആണ്. മെനി വിൽ ഗോ ബാക്ക് ആൻഡ് ഫോർത്ത് ആൻഡ് സെർച്ച് ആങ്ഷ്യസ്ലി ത്രൂ ദ സ്ക്രോൾ. എന്ന് വെച്ചാൽ അനേകർ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പരിശോധിക്കും. എപ്പോഴാ പരിശോധിക്കും? നമ്മൾ മാത്രമല്ല കേട്ടോ, ഈ പീഡനകാലത്തിൽ ജീവിക്കുന്നവരുണ്ടല്ലോ, അന്ത്യകാലത്ത് ജീവിക്കുന്നവര്, അവർ ഈ സാധനം ഒരുപാട് പ്രാവശ്യം പരിശോധിക്കാം. അന്ന് അവരുടെ ഇതുണ്ടല്ലോ അല്ലേ? അപ്പം ദാനിയേൽ പ്രവചനം അവര് ഒരുപാട് പ്രാവശ്യം പരിശോധിച്ചിട്ട് പലർക്കും അത് മുഖാന്തരം എന്തുണ്ടാവും? അവര് ജ്ഞാനം വർദ്ധിപ്പിക്കും. എന്ന് വെച്ചാല് അവരെ തന്നെ ക്രമീകരിക്കാനായിട്ട് ഇടയാകും. അന്ത്യകാലത്ത് എന്ന് വെച്ചാൽ നമ്മുടെ കാലഘട്ടവും അതിനുശേഷം ട്രിബുലേഷൻ സമയത്ത് പീഡന കാലഘട്ടത്തിൽ ജീവിക്കുന്നവരും ഇത് നോക്കിയിട്ട് അവർക്ക് ജ്ഞാനം വർദ്ധിപ്പിക്കും. ആഹാ, ഇത് എഴുതിയിട്ടുണ്ടല്ലോ, ഇത് ദാനിയേൽ പ്രവചനത്തിൽ ഉണ്ടല്ലോ എന്ന് അവർക്ക് വായിച്ചിട്ട് അവർക്ക് ജ്ഞാനം വർദ്ധിപ്പിക്കുക. എന്ന് വെച്ചാൽ അവരെ തന്നെ ക്രമീകരിക്കാനായിട്ട് ഇടയാകും. അനേകർക്ക് വാസ്തവത്തിൽ അവരുടെ ജീവിതത്തെ ദൈവത്തിന് അനുകൂലമായിട്ട് ജീവിക്കാനായിട്ട് ഈ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ പ്രയോജനപ്പെടും എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ 5 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾ അവിടെ നമ്മൾ ഞാൻ വായിക്കാം. അനന്തരം ദാനിയേൽ ഞാൻ നോക്കിയപ്പോൾ മറ്റു 2 ആൾ, എന്ന് വെച്ചാൽ വേറെ 2 പേർ, അവരല്ല എന്ന് സാരം, ഇതുവരെ ഇവരോട് പറഞ്ഞതായിരിക്കുന്ന ദൂതന്മാരല്ല, വേറെ 2 പേർ, ഒരുത്തൻ നദീതീരത്ത് ഇക്കരെയും മറ്റൊരു നദീതീരത്ത് അക്കരെയും നിൽക്കുന്നത് കണ്ടു. ഇപ്പോഴും അവരെ ഹിദ്ദക്കൽ എന്ന് പറയുന്നത് നമ്മൾ 10-ാം അധ്യായത്തിൽ കണ്ടതായിരിക്കുന്ന ടൈഗ്രിസ് നദിയുടെ തീരത്ത് തന്നെയാണ് ദാനിയേൽ നിൽക്കുന്നത്. ഒറ്റ 10, 11, 12 ഒരേ പ്രവചനമാണല്ലോ, ഒരേ വിഷൻ ആണല്ലോ അല്ലേ? അപ്പം അവിടെ തന്നെയാണ് ഹിദ്ദേക്കൽ അഥവാ ടൈഗ്രിസ് നദിയുടെ തീരത്താണ് നിൽക്കുന്നത്. അവിടെ 2 പേര് അവിടെ നിൽക്കുക. ഇനി 6-ാം വാക്യം, എന്നാൽ ഒരുവൻ ശണവസ്ത്രം ധരിച്ച് നദിയിലെ വെള്ളത്തിന്മേൽ നിൽക്കുന്ന പുരുഷനോട് ഈ അതിശയ കാര്യങ്ങളുടെ അവസാനം എപ്പോൾ വരും എന്ന് ചോദിച്ചു. അപ്പൊ 2 ദൂതന്മാർ തമ്മിൽ സംസാരിക്കുക. ഒരുവനോട് ചോദിക്കുകയാണ് ഇതിന്റെയൊക്കെ അവസാനം എപ്പോഴാ? ഒരുവനോട് ചോദിക്കാം അവസാനം എപ്പോഴാ? അപ്പോ 7-ാം വാക്യത്തിൽ ക്ഷണവസ്ത്രം ധരിച്ച് നദിയിലെ വെള്ളത്തിന്മേൽ നിൽക്കുന്ന പുരുഷൻ വലം കൈയും ഇടം കൈയും സ്വർഗത്തേക്ക് ഉയർത്തി
എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണ്. ഇനി കാലവും കാലങ്ങളും കാലാർത്ഥവും ചെല്ലും. അവർ വിശുദ്ധ ജനത്തിന്റെ ബലത്തെ തകർത്ത് കളഞ്ഞ ശേഷം ഈ കാര്യങ്ങളൊക്കെ നിവൃത്തിയാകും എന്നിങ്ങനെ സത്യം ചെയ്യുന്നത് ഞാൻ കേട്ടു. അതാ, അപ്പൊ രണ്ട് ദൂതന്മാർ തമ്മിൽ സംസാരിക്കുക. ഈ നദീതീരത്ത് നിൽക്കുന്ന രണ്ട് ദൂതന്മാർ തമ്മിൽ സംസാരിക്കുകയാണ്. എന്നിട്ട് ഈ ഏഞ്ചൽ ഒരാളോട് ചോദിക്കുമ്പോൾ ആ ചോദ്യം കേട്ട ഏഞ്ചൽ താൻ സ്വർഗത്തിലേക്ക് കൈ ഉയർത്തി പറഞ്ഞു. എന്താ പറഞ്ഞേ? എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണ് എന്ന് പറയാ. വൺ ഹു ലിവ്സ് ഫോർ എവർ. ഹി ഈസ് സ്വയറിംഗ് ഇൻ ദ നെയിം ഓഫ് ദ വൺ ഹു ലിവ്സ് ഫോർ എവർ. എന്ന് വെച്ചാൽ ഈ ദൈവവചനത്തിൽ, ദാനിയേൽ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം ഇപ്പൊ എത്ര വർഷമായി? 2600 വർഷമായി. 2600 വർഷം മുമ്പ് BC 600-കളിൽ രേഖപ്പെടുത്തിയതാണ് ഈ ദാനിയേൽ പ്രവചനം. ദാനിയേൽ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഇനി ഒരു 2600 വർഷം കൂടെ കഴിഞ്ഞാലും അത് സാധിക്കും എന്നുള്ളതാ. ദാറ്റ് വിൽ ഹാപ്പൻ. അതുകൊണ്ടാണ് പറഞ്ഞത് എന്നേക്കും ജീവിച്ച്. എന്തെല്ലാം പറയാൻ കാര്യം, ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ശക്തിമത്തായിരിക്കും ദൈവം എന്നോ ഒക്കെ പറയാം. പക്ഷെ ഇവിടെ പറയാൻ ദൈവത്തെക്കുറിച്ച് പറയുന്നത് എന്നേക്കും ജീവിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ വാട്ട് ഓർ ഹാപ്പൻസ്. ഇതിവിടെ മാത്രമല്ല കേട്ടോ. നമ്മൾ നോക്കിയാൽ ദൈവവചനം ആകമാനം ദൈവത്തിൽ പറഞ്ഞിരിക്കുന്ന വള്ളിയോ പുള്ളിയോ മാറത്തില്ല. അത് സംഭവിച്ചിരിക്കും. കാര്യം എന്താ? ഇത് തന്നതാരാ? വൺ ഹു ലിവ്സ് ഫോർ എവർ. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാ. അതിന് മാറ്റം വരുവാനായിട്ട് അസാധ്യമാണ്. അതാണ് ഇവിടെ ഏഞ്ചൽ പറയുക, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണ് എന്ന് വെച്ചാൽ ഒരിക്കലും മാറ്റമില്ലാത്തതായിരിക്കുന്ന ദൈവത്തെ സത്യം ചെയ്തുകൊണ്ട് പറയുക. ഇനി കാലവും കാലങ്ങളും കാലാർത്ഥവും ചെല്ലും എന്ന് പറയാം. അവിടെ രണ്ട് കാര്യങ്ങൾ കാണുന്നു. ഒന്ന്, ഇനി കാലവും കാലങ്ങളും കാലാർത്ഥവും. നമ്മൾ 7-ാം അധ്യായത്തിലും ഇതേ കാര്യം തന്നെ കണ്ടു. ഇവിടെ നമ്മൾ കാലവും കാലങ്ങളും കാലാർത്ഥം എന്ന് വെച്ചാൽ കാലം എന്ന് വെച്ചാൽ 1 വർഷം, കാലങ്ങൾ എന്ന് വെച്ചാൽ 2 വർഷം, കാലാർത്ഥം എന്ന് വെച്ചാൽ ഹാഫ് ഇയർ 3.5 വർഷം. അപ്പൊ 1 വർഷം, പിന്നെ 2 വർഷം, അപ്പൊ 3 വർഷമായി, ആൻഡ് ദെൻ ഹാഫ് ഇയർ അല്ലേ, 3.5 വർഷം. അത് ഡാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ 25-ാം വാക്യത്തിൽ കാലവും കാലങ്ങളും കാലാംശവും എന്ന രേഖ, കാലാംശവും അതും ഇത് തന്നെ അർത്ഥം. 7-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം. 12-ാം അധ്യായത്തിൽ നമ്മൾ കാലവും കാലങ്ങളും കാലാർത്ഥവും എന്ന് കാണുന്നുണ്ട്. ഇതേ കാര്യം തന്നെ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ അവിടെ 42 മാസം എന്ന് രേഖപ്പെടുത്തും. 42 മാസം വിശുദ്ധ നഗരത്തെ ചവിട്ടും. 42 മാസം എന്ന് രേഖപ്പെടുത്തുന്നു. അതും ശരി തന്നെ. അതും 3.5 വർഷം എന്ന് പറയുന്നത് 12 ഗുണം 3.5 = 42, അല്ലെങ്കിൽ 1260 ദിവസം. വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ 1260 ദിവസം എന്നും രേഖപ്പെടുത്തി. 1260 എന്ന് പറയുന്നത് ശരിയാണ്. കാര്യം പ്രവാചക വർഷം എന്ന് പറയുന്നത് 360 ദിവസമാണ്. 360 കൊണ്ട് ഈ 3.5 വർഷത്തെ മൾട്ടിപ്ലൈ ചെയ്താൽ 1260 ദിവസം കിട്ടും. അതാണ് ഇനി കാലവും കാലങ്ങളും കാലാർത്ഥവും ചെല്ലും എന്ന് രേഖപ്പെടുത്തിയിരിക്കുക. കാലവും കാലങ്ങളും കാലാർത്ഥവും ചെല്ലും. ഇനി രണ്ടാമത് എന്താന്ന് ചോദിച്ചാൽ എഴുതിയായിരുന്നു. ആവശ്യമുണ്ടോ? സ്ക്രീൻ ആവശ്യമുണ്ടോ? ഇനി രണ്ടാമത് അവർ വിശുദ്ധ ജനത്തിന്റെ ബലത്തെ തകർത്ത് കളഞ്ഞ ശേഷം 2 കാര്യങ്ങളാണ്. ഒന്ന്, കാലവും കാലങ്ങളും കാലാർത്ഥവും അവസാനിക്കുന്ന 3.5 വർഷം കഴിയും. 3.5 വർഷം കഴിയുമ്പോൾ വിശുദ്ധ ജനത്തിന്റെ ബലത്തെ തകർത്ത് കളയും എന്ന് വെച്ചാൽ when he shall have accomplished to scatter the power of the holy people എന്ന് വെച്ചാൽ യഹൂദന്റെ മുഴുവൻ സൈനിക ശക്തിയും ഈ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ അവസാനിക്കും. യഹൂദന്റെ മുഴുവൻ സൈനിക ശക്തിയും, ഇന്നവൻ വളരെ ശക്തിയുള്ള അല്ലേ, അടിച്ചു നിൽക്കാൻ കഴിവുള്ളവനാ. പക്ഷെ ഈ 3-ാം ലോകമഹായുദ്ധം കഴിയുമ്പോഴത്തേക്ക് അവന്റെ ശക്തി മുഴുവൻ അവസാനിക്കും. വാസ്തവത്തിലുണ്ടല്ലോ, വാസ്തവത്തില് നമ്മളും പലപ്പോഴും ആ സ്റ്റേജിലേക്ക് വരുമല്ലേ. ഇനി ഒരു രക്ഷയില്ല. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഈ ട്രിബുലേഷൻ പീരീഡ് കഴിയുമ്പോൾ തരിപ്പണമാകും. നമ്മൾ കണ്ടല്ലോ, സെക്രട്ടറി പ്രവചനത്തിൽ കണ്ടല്ലോ, 3-ൽ 2 പേര് എന്ന് വെച്ചാൽ ദേശത്തിൽ 3-2 പേര് മരിച്ചു പോകും. അവിടെ തന്നെ വെള്ളി ഊതി കഴിക്കും പോലെ കഴിക്കും, ശോധന ചെയ്യും, പൊന്ന് ശോധന ചെയ്യുന്നുള്ള ശോധന ചെയ്യും, തകർത്ത് തരിപ്പണമാകും. അവർക്ക് നിർവാഹം ഇല്ലാത്ത അവസ്ഥയിൽ, ഇനി ഒരടി മുമ്പോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ സംഭവിക്കും. അന്നേരം ഇത് നടക്കും എന്നുള്ളതാണ്. എന്താ നടക്കുന്നത്? നിത്യ 2-ാം വാക്യത്തിൽ നമ്മൾ കണ്ടല്ലോ അല്ലെ, ചിലർ എഴുന്നേൽക്കുന്നത് നിത്യജീവനായി
ചിലർ എഴുന്നേൽക്കുന്നത് ആ സമയത്ത് കർത്താവായ യേശു ക്രിസ്തു വരും, ട്രിബുലേഷൻ കഴിയും. അന്ന് ട്രിബുലേഷൻ സെയിൻസും ഓൾഡ് ടെസ്റ്റ്മെന്റ് സെയിൻസും ഒക്കെ എഴുന്നേൽക്കും. മില്ലീനിയം ആരംഭിക്കാൻ കർത്താവ് വരും എന്നുള്ളതാണ്. ഇനി 8-9 കൂടെ വാക്യം, 8-9 വാക്യം. ഞാൻ കേട്ടു എങ്കിലും ഗ്രഹിച്ചില്ല. ആകയാൽ ഞാൻ യജമാനെ ഈ കാര്യങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചോദിച്ചു. ദാനിയേലിനൊന്നും മനസ്സിലായില്ല കേട്ടോ. ദാനിയേലിനോട് പറഞ്ഞു, ഈ പ്രവചനത്തില് നമ്മൾ നേരത്തെ കണ്ടല്ലോ അല്ലേ, ഇവര് തമ്മിൽ സംസാരിച്ചു ദാനിയേൽ കേട്ടത് ഇത് എപ്പോഴാ സംഭവിക്കുന്നതെന്നൊക്കെ കേട്ടത് 1-3.5 വർഷം എന്ന് കേട്ടു. അത് ദാനിയേലിന് മനസ്സിലായില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ബലം തകർത്ത് കളഞ്ഞു, അതും ദാനിയേലിന് മനസ്സിലായി കാണത്തില്ല. അപ്പൊ ദാനിയേൽ ഇത് എപ്പോഴാ സംഭവിക്കുന്നത്, ഇതിന്റെയൊക്കെ അവസാനം എപ്പോഴാന്ന് ചോദിച്ചപ്പോ 9-ാം വാക്യം ശ്രദ്ധിച്ചു. അതിനവൻ ഉത്തരം പറഞ്ഞത്, ഈ ദൂതൻ ഉത്തരം പറഞ്ഞത്, ദാനിയേലേ പൊയ്ക്കൊള്ളുക, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു. എന്ന് വെച്ചാൽ ഇത് അടച്ചു മുദ്രയിട്ടിരിക്കുക. ദൈവം തമ്പുരാൻ തന്നെ ഇത് അടച്ചു മുദ്രയിട്ട്. നിനക്കിത് മനസ്സിലാവത്തില്ല. എപ്പോഴാ അവസാനിക്കുന്നത് ചോദിച്ചിട്ട് അതിന് ഉത്തരം കൊടുത്തില്ല. ഈ ദൂതൻ പറഞ്ഞു കൊടുത്തോ. പിന്നെ അവർ തമ്മിൽ സംസാരിച്ചു. ദാനിയേൽ ഇത് കേട്ടു, പക്ഷെ ദാനിയേലിനോട് അവർ പറഞ്ഞില്ല. കാര്യം എന്താ? ദാനിയേലിന് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കാനായിട്ട് പ്രയാസമാണ്. ഇത് മുദ്രയിട്ടിരിക്കുക അന്ത്യകാലത്ത് നമുക്ക് മനസ്സിലാവും. എന്നാൽ നമ്മളെക്കാൾ കൂടുതൽ ഇത് മനസ്സിലാകുന്ന ആർക്കെന്നറിയാം? ട്രിബുലേഷൻ സയൻസിനാണ്. ട്രിബുലേഷനിൽ വസിക്കുന്നവർ ഇത് ടു ആൻഡ് ഫ്രോ, അവരിത് ആങ്ഷ്യസ്ലി ദേ വിൽ ലുക്ക് ഫോർവേഡ്, സെർച്ച് ഇറ്റ് ആൻഡ് ദെൻ ദേ വിൽ ഫൈൻഡ് ഇറ്റ്. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദാനിയേലിനോട് they didn't tell him when this will happen. അതിനു പകരം ദൂതൻ പറഞ്ഞു, അവന് ദാനിയേലെ പൊയ്ക്കൊള്ളുക, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു. ഇനി ഇതിന്റെ കാര്യം 10-ാം വാക്യം. അവിടെ പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിക്കും. ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും. ദുഷ്ടന്മാരിൽ ആരും അത് തിരിച്ചറിയുകയില്ല. അതാ, ഇത് പലരും വായിക്കും, പക്ഷെ ചിലർക്ക് ഇത് മനസ്സിലാകും, ചിലർക്ക് മനസ്സിലാകും. ഇതിനു മുമ്പ് നമ്മൾ കണ്ടല്ലേ, ബുദ്ധിമാന്മാരെ കുറിച്ചല്ലോ. ബുദ്ധിമാന്മാർ അല്ലേ, 3-ാം വാക്യത്തിൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡല പ്രഭ പോലെയും എന്ന് കണ്ടു. ബുദ്ധിമാന്മാർക്ക് അത് മനസ്സിലാകും, ബുദ്ധിയില്ലാത്തവർക്ക് അത് മനസ്സിലാക്കാനായിട്ട് പ്രയാസമാണ്. എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇത് വായിച്ചിട്ട് ഇന്നും അങ്ങനെ തന്നെയല്ലേ. ദൈവവചനം എത്ര ശക്തമായി പറഞ്ഞാലും പലർക്കും മനസ്സിലാവത്തില്ല. പലർക്കും ഇതൊക്കെ ഒരു തമാശയാ. ഇത് സത്യം. വാസ്തവത്തില് ഒരുപാട് ജ്ഞാനമുള്ള ഒരുപാട് വിദ്വാൻമാരുണ്ട്, അവർക്ക് ഇത് ഒട്ടും മനസ്സിലാവത്തില്ല. പാവങ്ങളായ നമ്മുടെ കൂടെ ഒത്തിരി ബുദ്ധിയൊന്നും ഇല്ലാത്ത നമുക്കിതങ്ങ് മനസ്സിലാക്കാൻ കഴിയും. ഒരുപാട് ചിന്തിക്കുന്ന വലിയ ശാസ്ത്രജ്ഞന്മാർക്കൊന്നും ഇത് മനസ്സിലാവത്തില്ല. കാര്യം ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തെങ്കിലേ മനസ്സിലാക്കാൻ കഴിയും. വാസ്തവത്തിൽ വെളിപ്പാട് പുസ്തകത്തിലും ഇത് തന്നെ നമുക്ക് കാണാൻ കഴിയും. വെളിപ്പാട് പുസ്തകത്തിൽ ആ ദീർഘമായിരിക്കുന്ന വെളിപ്പാട് കൊടുത്തിട്ട്, വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനി നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അവിടെയും പറയട്ടോ, ഇത് കുറെ പേരുണ്ട് ഈ വെളിപ്പാട് പുസ്തകമൊക്കെ വായിച്ചിട്ടും അത് വിശ്വസിക്കാതെ കുറെ പേര് അവരുടെ പാപത്തിൽ ജീവിക്കുന്ന. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലെ ആ വലിയ ന്യായവിധിയും ഈ വലിയ യുദ്ധങ്ങളും ഒക്കെ വായിച്ചിട്ടും അവരുടെ മനസ്സിൽ യാതൊരു വ്യത്യാസം ഉണ്ടാകത്തില്ല. ദാനിയേൽ പ്രവചനവും അതുപോലെ തന്നെ അനേകർ വായിക്കും, പക്ഷേ അനേകർക്ക് അത് അംഗീകരിക്കാനായിട്ട് സാധ്യമാകും. ദുഷ്ടന്മാരിൽ ആരും തിരിച്ചറിയില്ല, ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും. അവർ തന്നെ അതിൽ തന്നെ ചിലരൊക്കെ മറ്റുള്ളവർക്കും നിർബന്ധിക്കും, പറഞ്ഞു കൊടുക്കാനായിട്ട് ഇടയാവും. അത് നമ്മൾ 3-ാമത്തെ വാക്യത്തിൽ കണ്ടതാണ്. ഇനി 11-12 വാക്യങ്ങളുടെ പെട്ടെന്ന് വായിക്കാം. 11-ാമത്തെ വാക്യം. ഇനി നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ 1290 ദിവസം ചെല്ലും. 12-ാം വാക്യം. 1335 ദിവസത്തോളം കാത്ത് ജീവിച്ചിരിക്കുന്നവൻ ഭാഗ്യവാൻ. ഇവിടെ നമുക്ക് 2 ദിവസങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് കണ്ടു. 1260 ദിവസത്തെ കുറിച്ച് നമ്മൾ കണ്ടു അല്ലേ, നമ്മൾ കണ്ടതാ. അതേത് വാക്യത്തിൽ നമ്മൾ കണ്ടേ? 7-ാം വാക്യത്തിൽ. അവിടെ കാലവും കാലങ്ങളും കാലാർത്ഥവും 1260 അല്ലെ 42 മാസത്തെ കുറിച്ച് നമ്മൾ കണ്ടതാ. പക്ഷെ ഇവിടെ വ്യത്യസ്തമായ രണ്ട് ദിവസങ്ങളിലൂടെ കാണാൻ കഴിയും. 1290 ദിവസവും അതുപോലെ 12-ാം വാക്യത്തിൽ 1335 ദിവസവും. അങ്ങനെ 2 കാര്യങ്ങൾ കാണും. അത് എപ്പോഴാണ് ആരംഭിക്കുന്നത് വെച്ചാൽ നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ. ദാനിയേൽ പറഞ്ഞ 9-ാം അധ്യായത്തിൽ അതിന് 27-ാം വാക്യം, 9-ാം അധ്യായം 27-ാം വാക്യത്തിൽ അവിടെ ഇതെന്നാ സംഭവിക്കുന്നത് തുടങ്ങുന്നതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. 27-ാം വാക്യം. അവനൊരാഴ്ചവട്ടത്തേക്ക് പലരോട് നിയമത്തെ കഠിനമാക്കും,
ആഴ്ചവട്ടത്തിന്റെ മധ്യേ എന്ന് വെച്ചാൽ ട്രിബുലേഷന്റെ മധ്യേ അവൻ ഹന്യയാകവും ഭോജനയാകവും നിർത്തലായി കളയും, മ്ലേച്ഛതയുടെ ചെറുകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും, നിർണയിപ്പെട്ടിരിക്കുന്ന സമാപ്തിയോടെ ശൂന്യമാക്കുന്നവന് മേൽ കോപം ചൊരിയും. 9-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. അപ്പൊ എപ്പോഴാണ് ഈ സംഭവിക്കുന്നത്? നിരന്തര ഹോമിയ നിർത്തലാക്കി ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം 9-ാം അധ്യായത്തിൽ പറയുന്നത് എപ്പോഴാ? ആഴ്ചവട്ടത്തിന്റെ മധ്യേ. ആഴ്ചവട്ടത്തിന്റെ മധ്യേ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. 27-ാം വാക്യത്തിൽ 9:27 ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹന്യാവും ഭോജനയാവും നിർത്തലാക്കും, മ്ലേച്ഛതയുള്ള ചെറിയന്മേൽ ശൂന്യമാക്കുന്നവൻ വരും എന്ന് പറയുക. അപ്പം ട്രിബുലേഷന്റെ മധ്യയാണ് ഈ മ്ലേച്ഛ ബിംബത്തെ എന്ന് വെച്ചാൽ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതായിരിക്കുന്ന അന്തിക്രിസ്തുവിന്റെ ബിംബത്തെ അവര് ദേവാലയത്തിൽ വെക്കുന്നത് ഈ ട്രിബുലേഷൻ പീരീഡിന്റെ മധ്യത്തിലാണ്. അവിടെ തുടങ്ങി ആണ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന് 1290 ദിവസവും, മറ്റൊന്ന് 1335 ദിവസവും കാത്ത് ജീവിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇത് എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് ചോദിച്ചാൽ രണ്ട് കാര്യം നമുക്ക് ഈ സമയത്ത് നടക്കണം. ഒന്ന് മൂന്ന് കാര്യം. തേജസ്സിന് സിംഹാസനം വെക്കും, നമ്മൾ കണ്ടത് അല്ലേ? തേജസ്സിന് സിംഹാസനം കർത്താവായ യേശു ക്രിസ്തു ട്രിബുലേഷന്റെ അവസാനം നമ്മുടെ ഇത് നോക്കിയാട്ടെ, ഇത് നോക്കുമ്പോൾ അറിയാനൊക്കും. ട്രിബുലേഷന്റെ അവസാനം ഗ്ലോറിയസ് അപ്പിയറൻസ് ഓഫ് അവർ ലോർഡ് കഴിഞ്ഞിട്ട് ഫൈനൽ ജഡ്ജ്മെന്റ് ഓഫ് ഇസ്രായേൽ ഉണ്ടല്ലേ? ഈ പേപ്പർ കണ്ടറിയാലോ. ഫൈനൽ ജഡ്ജ്മെന്റ് ഓഫ് ഇസ്രായേൽ ഉണ്ട്, ത്രോൺ ഓഫ് ഗ്ലോറി ഉണ്ട് അല്ലേ? ത്രോൺ ഓഫ് ഗ്ലോറി ഉണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങള് അവിടെ സംഭവിക്കണം. അതിനുശേഷമാണ് 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഇതിനൊരു ടൈം ഗ്യാപ്പ് വേണം അല്ലേ? കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് താൻ ഈ 1260 ദിവസം കഴിയുമ്പോൾ, അതായത് മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിച്ച് അത് 3.5 വർഷം, കൃത്യം 3.5 വർഷം കഴിയുമ്പോൾ 3.5 വർഷം കഴിയുമ്പോൾ എന്തുണ്ടാവും? അന്തിക്രിസ്തുവിന്റെ ബിംബം, മ്ലേച്ഛ ബിംബത്തെ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ച് കഴിയുമ്പോൾ അവിടെ തുടങ്ങി 1260 എന്നുവെച്ചാൽ 3.5 വർഷം കഴിയുമ്പോൾ ട്രിബുലേഷൻ കഴിയും. കർത്താവ് വരും, മഹത്വ പ്രത്യക്ഷത വരും. അതിനുശേഷം ഏതാണ്ട് 75 ദിവസം കൂടെ വേണം. എന്തിനാ? 1000 ആണ്ട് വാഴ്ച ആരംഭിക്കാനായിട്ട്. കാര്യം അതിന്റെ മധ്യേ നമ്മളിത് കണ്ടതല്ലേ, ഫൈനൽ ജഡ്ജ്മെന്റ് ഓഫ് ഇസ്രായേൽ, സെക്കരിയ പ്രവചനം നമ്മൾ കണ്ടതാ. അതുപോലെ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ ത്രോൺ ഓഫ് ഗ്ലോറി ഉണ്ട്. ഇതൊക്കെ സംഭവിക്കാനായിട്ട് പിന്നെ 1000 ആണ്ട് വാഴ്ചയിലേക്ക് വരണം. ഈ 1000 ആണ്ട് വാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദൈവം ഭരിക്കുക. പക്ഷെ യഹൂദന്മാർ 1000 ആണ്ട് വാഴ്ചയിലേക്ക് കടക്കുന്ന യഹൂദന്മാർക്ക് വളരെ പ്രത്യേകമായിരിക്കുന്ന പവർഫുൾ ആയിട്ടുള്ള ജോലികളൊക്കെ ഉണ്ടാവും. അവരെ ദൈവം വ്യത്യസ്തമായിരിക്കുന്ന പൊസിഷനിലൊക്കെ തന്നെയാക്കും തന്റെ ജനത്തെ. അപ്പൊ അതിനൊക്കെ ഒരു സമയം വേണം അല്ലേ? ആ സമയമാണ് വാസ്തവത്തിൽ എന്ന് നമുക്ക് വിചാരിക്കാം ഈ 75 ദിവസം. ഇതിവിടെ മാത്രമേ ഇങ്ങനെ ഒരു പ്രത്യേകമായ 2 ദിവസങ്ങൾ, 2 ദിവസങ്ങൾ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. 1290 1335 ദിവസങ്ങളും. ഇനി ഒരു വാക്യം കൂടെ ഉള്ളൂ, നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തീർക്കാം. ഒച്ച ലേറ്റ് ആയിപ്പോയി, സാരമില്ല, ഇത് തീർത്ത് നമുക്ക് പോകാമല്ലോ. ഇനി 13-ാമത്തെ വാക്യം അവിടെ പറയാം, നീ അവസാനം വരുവോളം പോയിക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. നീ അവസാനം വരെ പോയിക്കൊള്ളുക. നമ്മൾ നോക്കുക, ഒരു വലിയ ജീവിതം കഴിഞ്ഞിട്ടല്ലേ 14 വയസ്സുള്ള ബാലനായിട്ട് നമ്മൾ 1-ാം അധ്യായത്തിൽ ദാനിയേലിനെ കണ്ടതാ. ദാനിയേല് കർത്താവിനോട് ജീവിച്ച് ദൈവത്തോട് ജീവിച്ച് എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നു. താൻ രാജാക്കന്മാരെയൊക്കെ എതിർത്ത് നിൽക്കേണ്ടതായിരിക്കുന്ന സമയങ്ങൾ വന്നു. അവരുടെ നിയമങ്ങളെ മറുതലിക്കേണ്ട ആവശ്യം വന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് താൻ അവസാനം ഒരു 87-90 വയസ്സുള്ള വൃദ്ധനായിട്ട് വന്നിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, നീയോ പോയിക്കൊള്ളുക. ഈ വാക്യത്തിലുണ്ടല്ലോ, ഇതിന്റെ അവസാനം, നീ വിശ്രമിച്ച കാലാവസാനത്തിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. 4 കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയാം. ഒന്ന്, വിശുദ്ധന് മരണം ഒരു വിശ്രമമാണ്. അതാ, നീ വിശ്രമിക്കുക, വിശ്രമമാണ്. വിശുദ്ധന് മരണം ഒരു വിശ്രമമാണ്. വിശുദ്ധരല്ലാത്തവർക്ക് നമ്മൾ കണ്ടു, അവർക്ക് ഒരു നരകയാതനയല്ല, യാതനാ സ്ഥലം, അവിടെ അവർ പോകുന്നു. പക്ഷെ വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു വിശ്രമമാണ്. ചിലരൊക്കെ ഉണ്ടല്ലോ, നമ്മളിപ്പോ വെളിയിലാണെങ്കിൽ നമ്മുടെ അമ്മയുടെ അപ്പന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ ഒരു സമാധാനം അല്ലേ? ആ സമാധാനം നമ്മൾ സ്നേഹിക്കുന്നവരുടെ അടുക്കിലേക്ക്, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ അടുക്കിലേക്ക് നമ്മൾ പോവുക. ദാറ്റ് ബൈ ഇറ്റ്സെൽഫ് ഈസ് എ റെസ്റ്റ് ഫോർ us, വിശ്രമമാണ്. അതാണ് ഒന്നാമത്, നീ വിശ്രമിക്കുക. പിന്നെ 2, നീ എഴുന്നേറ്റ് വരും. There is a sure assured
റിസറക്ഷൻ അല്ലേ? ഒരു അഷ്വർഡ് റിസറക്ഷൻ ഉണ്ട് വിശുദ്ധനെ സംബന്ധിച്ചും. വിശുദ്ധരല്ലാത്തവരും എഴുന്നേറ്റ് വരും കേട്ടോ. പക്ഷെ വിശുദ്ധനെ സംബന്ധിച്ചും വിശ്രമമുണ്ട്, അതോടൊപ്പം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. 3, ഇവിടെ നമ്മൾ കാണുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കലാണ് ദിസ് വിൽ ബി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേയ്സ്. അവസാനത്തിലാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. 4, നീ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും, നിനക്കൊരു ഓഹരി ലഭിക്കും. നമുക്കും അതുണ്ട് കേട്ടോ. നമ്മൾ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ അവിടെ 12-ാം വാക്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. 12-ാം വാക്യത്തിലാന്ന് തോന്നുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനൊരു പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഓരോരുത്തരും അവന്റെ പ്രവൃത്തികൾ തക്കം കൊടുക്കാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഓഹരി നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കാം. നമ്മൾ ഈ പഠനം ഇവിടെ അവസാനിപ്പിക്കുക. ഈ പഠനം ഇത്രത്തോളം നടത്തുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. ഈ നമ്മുടെ ജീവിതം, ഈ ക്രിസ്തീയ ജീവിതം, അത് നമ്മൾ നയിച്ചാൽ നമുക്ക് ദൈവം, കർത്താവ് നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ അവസാനിച്ചാൽ നാം ദൈവത്തോടു ആയിരിക്കും എന്ന് മാത്രമല്ല, നമുക്ക് വേണ്ടി അവൻ ഒരു ഓഹരി, ഒരു നല്ല ഭാവി, ഒരു നല്ല സമയം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആ ചിന്തയോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം കഴിയുന്നിടത്തോളം ദൈവത്തിന് അനുയോജ്യമായ രീതിയിൽ ദൈവഹിതപ്രകാരം ജീവിപ്പാൻ ഈ പഠനവും ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവരോടുള്ള എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കാം. അടുത്ത ആഴ്ച തുടങ്ങി നമ്മൾ പുതിയ ക്ലാസ് തുടങ്ങുക. നമ്മുടെ പ്രിയ സഹോദരൻ ഗ്യാബി ആ ക്ലാസ് എടുക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു ലേഖനം. ആ ലേഖനം വാസ്തവത്തിൽ ക്രിസ്തീയ ഗോളത്തിൽ ഒരുപാട് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം. ആ ലേഖനത്തിന് എടുക്കുന്നത് എല്ലാവരും വരണം, എല്ലാവരും പേപ്പറും പുസ്തകവും പേനയും ഒക്കെ കൊണ്ടുവരണം. നമുക്ക് ഒരുമിച്ച് ആ യാത്ര, ഞാൻ വിചാരിക്കുന്ന ഒരു ബൈബിൾ ക്ലാസ് ഒരു യാത്രയാ. നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യണം. ആ ക്ലാസ്സിൽ ഇനി മഴയായാലും, ജൂൺ മാസത്തിൽ മഴയൊക്കെ കാണും, മഴയായാലും ഇടിയായാലും നമ്മളെല്ലാവരും വരണം. നമ്മൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. പ്രിയ സഹോദരനെ നമ്മൾ പ്രാർത്ഥനയിൽ ഓർക്കണം. നാമും കഴിയുന്നിടത്തോളം ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ മറക്കരുത്. ചോദ്യങ്ങളൊക്കെ കുറിച്ചു കൊണ്ടുവന്ന് തന്നോട് ചോദിക്കണം. ചോദിച്ച് നമുക്ക് ഒരുമിച്ച് ഈ ഭാഗം പഠിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് വലിയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.